സദാ ബാലരൂപാപി വിഘ്നാദ്രിഹന്ത്രിം മഹദന്തിവക്ത്രാപി പഞ്ചാസ്യമാന്യ വിഹിന്ദ്രാതിമൃഗ്യാ ഗണേശാഭിധാമീം വിദഗ്ധാം ശ്രീം കാവി കല്യാണമൂർത്തിം. ഓം 51 അക്ഷരം ചേർന്നഴകിയ തനുവായി ദേഹമധ്യത്തിൽ നിന്നിട്ടമ്പിൽ സ്തംഭം കണക്കെ ശിരസി തലയുമായി ഉള്ളിലാറബ്ജമോടും വൻപിൽ പൊങ്ങും സുഷുമ്നയ്ക്കകമതിലുളവാം പത്മമാറിങ്കലും ചേർന്ന് 51 ദളമതിലമരും വിദ്യപദ്യം തരേണം. ഓം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം വിശ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവദാ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സൽഗുരം ത്വം നമാമി. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ഈശ്വര കൃപയും ശാന്തിയും സമാധാനവും ഈ ലോക ജീവിത നന്മകളും ഭഗവാനെ അറിയുക, അതാ പരമാർത്ഥ ജ്ഞാനം മനസ്സിലാക്കണം. നാം എന്താണ്? അറിവാകുന്നു, ഈശ്വരൻ അറിവാകുന്നു. ആ പരമാർത്ഥത്തെ ഗ്രഹിക്കാൻ, അത് നമുക്ക് മനസ്സിലാകാൻ ഭഗവാന്റെ കൃപ വേണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. പ്രസന്ന, ജഗദമ്മ, രാധിക, ഗീതാ നായർ, പ്രമിള സുനിൽ, രുക്മിണി മോഹൻ, നിർമ്മല രമേശ്, ശാന്ത കുഞ്ഞു കൊച്ച്, രാധിക ദേവി, ബിന്ദു പ്രസന്നൻ, ബിജി ബിജു, സുനിത വിജയ്. ഒരു വിജയ് എന്നൊരു കുട്ടിയും കൂടെ ഇതിലുണ്ട്. അത് ഈ സുനിത വിജയ് ആണോ? ചിലപ്പോൾ അങ്ങനെ കിടക്കും. ചിലപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ വിജയ് എന്ന് കിട്ടിയ ആ കുട്ടി എനിക്കൊരു നല്ലൊരു കമൻസ് ഇട്ടിട്ടുണ്ട്. അത് മകളാണോ മകനാണോ എന്ന് എനിക്കറിയാൻ വയ്യ. വിജയ് എന്നാണ്, ഇംഗ്ലീഷിലാണ് കിടക്കുന്നത്. അത് എല്ലാ മക്കളും എന്നെ എന്താ പറയുക, ജഗദമ്മ തന്നെ നല്ല കമൻസുകൾ ഇങ്ങനെ അമ്മ തന്നെ മതി ഞങ്ങൾക്ക്, സാധുക്കളായ ഭക്തമക്കൾക്ക് ഇത് തന്നെയാണ് ധാരാളം, അമ്മ തന്നെ മതി, അമ്മയ്ക്ക് നല്ല അറിവുണ്ട്, ഇതെല്ലാം ഞങ്ങൾക്ക് തരുന്നു, ഭഗവാന്റെ കൃപ ഞങ്ങൾക്ക് അതിൽ എന്നൊക്കെ ഒരുപാട് ബിജി ബിജു, രുക്മിണി, അങ്ങനെ ഒരുപാട് പേര് ഇതിനെപ്പറ്റി പറയാറുണ്ട്. ഞാനത് കേൾക്കുന്നു, അതെല്ലാം ഭഗവാനിൽ അർപ്പിക്കുന്നു. എന്നാൽ എനിക്ക് ഇപ്പോൾ ഒരു പുതിയ കുട്ടി, മറ്റത് എപ്പോഴും ഇങ്ങനെ കേട്ടും മനസ്സിലാക്കി തന്നെ ഇരിക്കുന്നു, എല്ലാ മക്കളും കുറേ നാളുകൊണ്ട് ഇങ്ങനെ പറയുന്നു, ഞാനത് ചെവി കൊണ്ട് കേട്ട് ഭഗവാനിൽ അർപ്പിക്കുന്നു എന്ന് മാത്രം. എന്നാൽ ഇന്ന് കഴിഞ്ഞ ദിവസം ഭഗവത്ഗീതയിലാണെന്ന് തോന്നുന്നു, എപ്പോഴും ഈ കമൻസ് നോക്കുമ്പോൾ പേരെഴുതാനകത്ത് കിട്ടത്തില്ല. ഇപ്പം ഫോണിന് എന്തോ കുഴപ്പമുണ്ട്, ഭയങ്കര പാടുള്ള പേരുകളെല്ലാം തപ്പി പിടിച്ചെടുക്കുന്നത്. അതുകൊണ്ട് വിജയ് എന്ന് പറയുന്ന കുട്ടി, ഒരു പുതിയ കുട്ടിയെ, എനിക്കത് എവിടെ നിന്നാണെന്നൊന്നും അറിയില്ല. മറ്റേ ജഗദമ്മയും ബിജുവിനെ ഇങ്ങനെയുള്ള കുറേ രുക്മിണി മോഹന, ജയാലി, ഇവരെല്ലാം എനിക്ക് എവിടെയൊക്കെയാണെന്ന് അറിയാം, മറ്റുള്ള മക്കളെയൊന്നും അറിയില്ല. അപ്പോൾ ഈ വിജയ് എന്ന് പറയുന്ന കുട്ടി പറഞ്ഞു, അമ്മയ്ക്ക് നമസ്കാരം, അറിവിൻ്റെ അമ്മ. എനിക്കൊരു പേര് വീണ്, അറിവിൻ്റെ അമ്മ. ഇതൊക്കെ എപ്പോഴും ഭക്തമക്കൾ എപ്പോഴും പറയുന്നത്, അമ്മയ്ക്ക് അറിവുണ്ട്, അതെല്ലാം പറഞ്ഞു തരുന്നു, ഇതൊക്കെ ഉണ്ടെങ്കിലും ഒറ്റ പോയിന്റ്, ഒറ്റ വാക്യത്തിൽ തന്നെ കിടക്കുന്ന അറിവിൻ്റെ അമ്മ. അപ്പോൾ ഇത് ഞാൻ ഭഗവാനിൽ അർപ്പിച്ചപ്പോൾ എൻ്റെ ഭഗവാന്റെ ഉള്ളത്തിലൊരു പ്രേരണ പോലെ തോന്നിക്കുന്നു, ഇപ്പോൾ നിനക്കൊരു പേര് വീണിട്ടുണ്ട്, ഇനി ആ പേര് എന്നെ സ്വീകരിച്ചോളാൻ. അപ്പോൾ എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ, പരമാർത്ഥ ജ്ഞാനത്തെ തിരിച്ചറിയുകയാണല്ലോ അറിവ്. ആ പരമാർത്ഥം എന്താണ്? ബ്രഹ്മത്തെ അറിയുക. ആ പരമാർത്ഥം, അറിയേണ്ടതിനെ അറിഞ്ഞാൽ പിന്നെ ഒന്നും അറിയാനില്ല. ഈ ലോകത്ത് ഏതാണോ അറിയേണ്ടത്, ആ അറിയേണ്ടതിനെ അറിയുന്നത് തന്നെയാണ് പരമാർത്ഥ ജ്ഞാനം. അത് അറിഞ്ഞാൽ പിന്നെ ഒന്നും ഈ ലോകത്ത് അറിയേണ്ടതായിട്ടില്ല എന്നുള്ള അറിവാണ്. ആ അറിവാണ് ഇവിടെ നാം അറിവാകുന്നു, ഈശ്വരൻ അറിവാകുന്നു. ആ പരമാർത്ഥ ജ്ഞാനം, അത് അറിവാണ്, അല്ലാതെ വേറൊന്നല്ല. അതാണ് അറിവിൻ്റെ അമ്മ എന്ന് കേട്ടപ്പോൾ, അപ്പോൾ ഞാൻ ഭഗവാനോട് ചോദിച്ചു, ഇങ്ങനെ ഒന്നിലധികം പേരിങ്ങനെ പറയുന്നു, അപ്പോൾ എനിക്ക് പേര് വരാൻ, ഒരു പേരിടാനൊരു സാധ്യത ആണോ? അപ്പോൾ അതിന് ഒരു എന്താ പറയുക, അതിന് ഉത്തരമായിട്ടാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ഞാൻ ചോദിച്ചപ്പോൾ എല്ലാ മക്കളോടും ഇതിനെപ്പറ്റി പറയൂ, അവരെന്താ ഒന്നിലധികം പേര്, ഒന്നില്ലെങ്കിൽ പിന്നെ 3 അപ്പോൾ എന്തായാലും ഇത് ഞാനൊരു പേര് നിർണയിക്കുന്നത് ഭഗവാൻ പറഞ്ഞ രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് എല്ലാ മക്കൾക്കും സന്തോഷമാണെങ്കിൽ ഒന്നിലധികം പേര് ഇതിന്
എന്താ പറയുക, സന്തോഷമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ കൂടെയോ ലൈക്ക് കൂടെയോ ഒക്കെ നിങ്ങൾ എന്നെ അറിയിക്കൂ. എന്താ ഭഗവാൻ പറഞ്ഞു തന്ന പേര്? അത് നമ്മൾ യഥാർത്ഥത്തെ അറിയുക എന്ന പരമാർത്ഥ ജ്ഞാനമാണല്ലോ. അതെന്താണ്? അഹം ബ്രഹ്മം, ബ്രഹ്മത്തെ അറിയുക. അപ്പോൾ അറിവിന് എന്താ അർത്ഥം? ജ്ഞാനം. ജ്ഞാനം എന്ന് വെച്ചാൽ അറിവ്. ആ ബ്രഹ്മത്തെ അറിഞ്ഞ് അപ്പോൾ നമ്മൾ എന്തായിത്തീരും? ബ്രഹ്മത്തിൻ്റെ സ്വരൂപം എന്താണ്? ആനന്ദം. ആ അത്രമാത്രം പരമാനന്ദമാണ്. അപ്പോൾ ബ്രഹ്മജ്ഞാന ആനന്ദമയി. അപ്പോൾ ബ്രഹ്മത്തെ അറിയുക, ജ്ഞാനം, ബ്രഹ്മജ്ഞാനം, അപ്പോൾ ആനന്ദം, ബ്രഹ്മജ്ഞാനാനന്ദമയി. അങ്ങനൊരു പേര് എനിക്ക് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞേക്കുന്നു. അത് ഇപ്പോൾ പിന്നെ എന്താ പറയുക, ഓരോരുത്തരും ഇങ്ങനെ ചൈതന്യം എന്നൊക്കെ പേരിടുമല്ലോ. എനിക്ക് അങ്ങനെയൊന്നും ആരും ഒരു പേരിടാനോ എനിക്ക് അറിയേയില്ല. ഇപ്പോൾ ഒരു മകളോ മകനോ എന്ന് എനിക്ക് അറിയില്ല. അമ്മയ്ക്ക് നമസ്കാരം, അറിവിൻ്റെ അമ്മ. അത് ഇന്നലത്തെ ഭഗവത്ഗീതയിലാണ് ആ കമൻസ് ഞാൻ വായിച്ചത്. അപ്പോഴാണ് എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനൊരു ഇപ്പോൾ ഇതൊക്കെ നടത്തുന്നത് പോലെ, ഇതൊക്കെ എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു, അതുപോലൊരു ഉള്ളത്തിലൊരു തോന്നൽ അത് ശരിയാണ് എന്ന്. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ ബ്രഹ്മജ്ഞാനാനന്ദമയി എന്നിട്ടോളാൻ പറഞ്ഞു. അപ്പോൾ അത് എല്ലാ മക്കൾക്കും സന്തോഷമാണെങ്കിൽ ഈ പറഞ്ഞ ഈ അമ്മ, അറിവിൻ്റെ അമ്മയെന്ന് പറഞ്ഞ കുട്ടി ആരെന്നറിയില്ല, അത് എല്ലാവർക്കും സന്തോഷമാണെങ്കിൽ മറ്റു മക്കളും കൂടെ അതിന് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ നമുക്ക് ഇതോട്ട് തന്നെ എല്ലാവർക്കും അറിയപ്പെടുന്നത് ബ്രഹ്മജ്ഞാനാനന്ദമയി എന്നായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. നമുക്കിനി ഏകാദശ സ്കന്ധം വായിക്കാം. നമ്മൾ ഏകാദശ സ്കന്ധം ഭഗവാൻ ഉദ്ധവർക്ക് കൊടുക്കുന്ന ഉപദേശം നമ്മൾ വായിച്ച് ഉള്ള അറിവനുസരിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു സന്യാസിയുടെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒരു ഭക്തൻ ഭഗവാൻ ഏറ്റവും ഇഷ്ടം ഉള്ളത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കേൾക്കടോ. യാതൊരുത്തൻ വിദ്യാശ്രുത്യർത്ഥ ദ്രവ്യം കൈക്കലങ്ങാക്കിക്കൊണ്ടിട്ട് ആത്മജ്ഞാനവാനും ആവും. നന്നായി പരമാത്മാവിനെ അറിഞ്ഞും കൊണ്ട് എല്ലാ ഗുണഗണങ്ങളും, കാരണം എന്ത് സമ്പത്തും എല്ലാം ഉണ്ട് താനും. എന്നാൽ അനുമാനമാം പ്രമാണത്തിനാൽ വിശ്വം, അനുമാനമാം ഇത് മായ എന്നറിയും, വിശ്വം മായയാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള എന്ത് ചെയ്യും? ഭഗവാനിൽ സന്യസിച്ചിടും. ഈ ജ്ഞാനവും അദ്ദേഹത്തിന് എന്തൊക്കെയാ ഉള്ള സ്വത്തായാലും, ധനവാന്മാരെത്രയോ ഈശ്വരനെ അറിയുന്നവരുണ്ട്, മായയാണെന്ന് അറിയും. എപ്പോഴും ഇത് കയ്യിൽ നിന്ന് പോകാം. അതായത് ശരീരം നശിക്കുന്നതാണ്, സമ്പത്ത് എന്ത് കിട്ടിയാലും നശിക്കുന്നതാണ്. അതുകൊണ്ട് ഭഗവാനിൽ തന്നെ എല്ലാം അർപ്പിക്കണം. സർവ്വതും ഭഗവാനിൽ അർപ്പിച്ച് അത് സന്യസിച്ചിട്ട് വന്ദനീയനാം അങ്ങനെയുള്ള ജ്ഞാനിയാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം. നമ്മൾ എന്ത് മനസ്സിലാക്കണം? അന്നേരം സർവ്വതും ഭഗവാനിൽ അർപ്പിക്കുക, അതാണ് ഭഗവാൻ ഇഷ്ടം. നമ്മളെ രക്ഷിതാവാണ് എല്ലാം. അപ്പം നമുക്ക് യാതൊരു ഭയം വേണ്ട, ഉത്തരവാദിത്വം വേണ്ട. എന്ത് ഉത്തരവാദിത്തങ്ങൾ ഒരു ഗൃഹനാഥന് എങ്ങനെയാണ് ഒരു ഗൃഹത്തിൽ, അതുപോലെ സർവ്വ കാര്യങ്ങളും ഭഗവാൻ നോക്കിക്കൊള്ളും. എല്ലാം അങ്ങ് ഏൽപ്പിച്ചാൽ മതി. അങ്ങനെയുള്ള ഒരു ഭക്തനെയാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം. എന്നുടെ പ്രിയ വാക്യം ഹേതുവായി സമ്മതനായി അന്യർത്ഥങ്ങളാം സ്വർഗം മോക്ഷം, എന്താ സ്വർഗമായാലും മോക്ഷമായാലും എന്ത് ചെയ്യുന്നു? സർവം ഭഗവാങ്കൽ അർപ്പിച്ചിട്ട് അർപ്പിതക്രിയനായി അങ്ങനെ ചെയ്തിട്ട് ജ്ഞാനം വിജ്ഞാനം, ജ്ഞാനം ഒന്ന് വിജ്ഞാനം എന്ന രണ്ടാണ്. ജ്ഞാന വിജ്ഞാന സിദ്ധി കൊണ്ട് ചിൽപ്പത ശ്രേഷ്ഠമാകും. ഈ ഭക്തൻ എന്ത് ചെയ്യും? ഭഗവാനെ മൽപദം പ്രാപിക്കുന്നു, കണ്ടിടുന്നു. അങ്ങനെയുള്ളൊരു ഭക്തൻ ഭഗവാനിൽ ചേരുന്നു, ഭഗവാനെ അറിയുന്നു, കണ്ടിടുന്നു, ഭഗവാന്റെ പദം മനസ്സിലാക്കുന്നു. ജ്ഞാനത്താൽ വിരക്തമാനായി എനിക്ക് ഏറ്റവും പ്രിയനായിട്ട് അങ്ങനെയുള്ള അറിവുകൊണ്ട് എന്തു ചെയ്യുന്നു? ഈ അറിവുകൊണ്ട് ഇദ്ദേഹം ഭക്തൻ എല്ലാത്തിനും വിരക്തനായി. അങ്ങനെ ഏറ്റവും പ്രിയനായിരിക്കുന്ന ആ ഭക്തൻ എന്ത് ചെയ്യുന്നു? എന്നെയും ലോകം തന്നെയും ഭരിക്കുന്നു. ആ പരമാത്മാവായ ജഗദീശ്വരനെയും പിന്നെന്താ, അത് എനിക്കിത് ആദ്യമായിട്ട് ഇതിനെ കേൾക്കുമ്പോൾ എന്താ, ഭഗവാനെ കൂടെ ഭരിക്കുന്നു. എന്താ കാരണം അങ്ങനെ പറഞ്ഞത്? ലോകം മൊത്തവും നിറഞ്ഞിരിക്കുന്ന ഈശ്വരനല്ലേ, സർവ്വ ജീവപ്രാണികളിലും എല്ലാത്തിലും ആ പരമാത്മ ചൈതന്യമല്ലേ, ആ പ്രകാശമല്ലേ. അപ്പോൾ ഈ ലോകം മൊത്തവും ഭരിക്കുന്നെങ്കിൽ ആ ഭഗവാൻ എല്ലാത്തിലും ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെയുള്ളൊരു ഭക്തൻ എനിക്ക് ഏറ്റവും പ്രിയനാണ്. അയാൾ എന്ത് ചെയ്യുന്നു? എന്നെയും, അതായത് ജഗദീശ്വരനായ ലോകപിതാവിനെയും ലോകം തന്നെയും ഭരിക്കുന്നു. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ, ചില ഭക്തന്മാരുടെയും ആശ്രമങ്ങളുടെയും കഥ. ഈ ലോകം മൊത്തവും അവരുടെ കാൽക്കീഴായില്ലേ.
ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തെങ്കിലും ഭഗവാൻ മാത്രം, നമുക്ക് ഇതിന് വലിയ വിദ്യ, ഈ ലോകവിദ്യയൊന്നും വേണ്ട. ആ എന്താ പറയുക, എല്ലാം സമർപ്പിച്ച് ഒരു തപസ്സിൽ കൂടി കിട്ടുന്ന അറിവാണ്, ആ പരമാത്മ ചൈതന്യം ഏറ്റുവാങ്ങുന്നതാണ്. അപ്പോൾ പിന്നെ അവർ യഥാർത്ഥ, കാരണം വേറൊന്നിനും വേണ്ടിയല്ല, അവർക്ക് അത്രത്തോളം തപസ് ചെയ്ത് ഭഗവാനിൽ ചേരുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് ലോകം തന്നെ ഭരിക്കുന്നു. തപസ്സും ജപം തീർത്ഥസ്നാനവും നല്ലവണ്ണം സൽപ്പമാൻ അവൻ എന്ത് ചെയ്യുന്നു ചെയ്തിട്ട്, അതിനാൽ ജ്ഞാനത്തോടും തങ്ങളുടെ ആത്മാവിനെ അറിയുന്നു. നമ്മളിരിക്കുന്ന ആത്മാവ് എന്താ? അറിവാകുന്നു ആത്മാവ്. ആത്മാവെന്ന് വെച്ചാൽ പരമാത്മാവ് ജഗദീശ്വരൻ സാക്ഷാൽ നമ്മുടെ ഉള്ളത്തിൽ അറിവാണ്. ഈ അറിവാണ് നമുക്ക് ഈശ്വരനായിട്ടുള്ളത്. ഇതിനകത്ത് വേറൊന്നും കാണത്തക്കതൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തങ്ങളുടെ ആത്മാവിനെ അറിഞ്ഞ് വഴിപോലെ വിജ്ഞാന സമ്പത്തോടവൻ എന്നെ ഭക്തിയാഭാവിതനാക്കി. വിജ്ഞാന യജ്ഞം കൊണ്ട് എന്താണ് വിജ്ഞാന യജ്ഞം? ജ്ഞാനം എന്ന് വെച്ചാൽ സർവത്തിനെയും മനസ്സിലാക്കി ഈ ഉള്ളത്തിൽ പരമാത്മ ആ സാക്ഷിയെ അറിയുന്ന ആ ജ്ഞാനവും, അതായത് അറിവ്. സാക്ഷി വെച്ചാൽ അറിവാണ്. ഈ സാക്ഷി, ആ അറിവും വിജ്ഞാനവും വിജ്ഞാനം ദേഹേന്ദ്രിയ വൃത്തികളാണ് വിജ്ഞാനം. ഈ വിജ്ഞാന യജ്ഞം കൊണ്ട് ആത്മാവിങ്കിലെ യജിച്ചിട്ട് സർവയജ്ഞങ്ങൾക്കെല്ലാം പതിയായും സാക്ഷിയായും നിർവാണാത്മാവാ എന്നെ, അങ്ങനെ നിർവാണപദമായിരിക്കുന്ന ആ പരമാത്മാവിനെ പ്രാപിക്കുന്നു ഇങ്ങനെയുള്ള ഭക്തന്മാർ. ഇവിടെ നമ്മൾ വായിച്ചു. ഇനി നമുക്ക് അതിൻ്റെ ബാക്കി വായിക്കാം. എന്നിട്ട് ഇനി ഭഗവാൻ എന്താ പറയുക? ത്രിവിധ വികാരത്തെ ആശ്രയിക്കുന്നു കേൾക്ക, അവൻ തൻ മായാ അന്തരത്തിങ്കലേ പതിക്കുന്നു. മായാന്തരത്തിങ്കലേ പതിക്കുവെച്ചാൽ ഭഗവാന്റെ തൻ മായ, ഭഗവാന്റെ തന്നെ മായയിൽ പതിച്ച് നശിക്കുന്നു. എന്താ കാരണം? ത്രിവിധ വികാരത്തെ ആശ്രയിക്കുന്നവർ. ഇത്രയും നേരം നമ്മൾ പറഞ്ഞതെല്ലാം എങ്ങനെയാണ് അത്രത്തോളം പരമാത്മപദത്തെ പ്രാപിക്കുന്നു എന്ന് വായിച്ച് മനസ്സിലായി. എന്നാൽ ചിലർ എന്താണ് ചെയ്യുന്നത്? മൂന്ന് വിധ വികാരമുണ്ട് നമുക്ക്. അതായത് എന്തൊക്കെയാ വികാരങ്ങൾ? ഇന്ദ്രിയങ്ങളുടെ വികാരം, ദേഹങ്ങൾ, മനസ്സ്, ഇങ്ങനെയൊക്കെയുള്ള വികാരങ്ങൾ. ദേഹവും മനസ്സും, അതായത് മനസ്സാകുന്ന ഇന്ദ്രിയവും കണ്ണ്, മൂക്ക്, ഇങ്ങനെയുള്ള പഞ്ചേന്ദ്രിയം, ഇങ്ങനെയുള്ള വികാരം ത്രിവിധം. മൂന്ന് വിധത്തിലുള്ള വികാരത്തെ ആശ്രയിക്കുന്നവരെന്ത് ചെയ്യും? അവരുടെ കാര്യം കേൾക്ക. അവൻ എന്ത് ചെയ്യുന്നു? തൻ മായാന്തരത്തിങ്കിലേ പതിക്കുന്നു, നശിച്ചു പോകുന്നു. ഭഗവാന്റെ ഈ ലോക പ്രപഞ്ചത്തിൽ വീണ് കിടന്ന് നരകിച്ച് നശിച്ചു പോകുന്നു. അതാണ് നമ്മൾ ഈ പുറമേ ഉള്ള വികാരങ്ങൾ, അതൊക്കെ നമ്മൾ വിരമിക്കണം. ഇതിന് വിരക്തി വരാത്തവർക്ക് ദേഹത്തെ ഓർത്തും ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി ഓടുക. നമുക്ക് കണ്ണുകൊണ്ട് കാണണ്ടാത്തതിന് വേണ്ടി ഓടുക, ഇങ്ങനെ എല്ലാം കൊണ്ടും ദേഹത്തിന് വേണ്ടാത്ത വികാരം, ഇതൊക്കെയാണ് നമുക്കിന്ന് പലർക്കും ഉള്ളത്. ഈശ്വരനെ അറിയാതെ കണ്ട് വികാരപ്പെട്ട് ഇതിനു വേണ്ടി അത് എന്ത് ചെയ്യുന്ന അങ്ങനെയുള്ള ആളുകൾ തന്മായാന്തരത്തിങ്കിലേ പതിച്ചു നശിക്കുന്നു. ത്രിവശൻ, ഇങ്ങനെ ത്രിവശൻ, ഈ മൂന്നിനും വശനായവൻ, മൂന്നിനും വശപ്പെട്ട്, കാരണം അവർക്ക് വെളിവില്ല. ഈ ലോക ജീവിതത്തിലേക്ക് അവർക്ക് ആത്മാവിനെ അറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഈ മൂന്ന് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ദേഹത്തെയും ചൊല്ലി മാത്രം കഴിയുന്ന, അത് രജോ ഗുണം നമ്മൾ പറയില്ലേ, അങ്ങനെയുള്ള ത്രിവശൻ എന്ത് ചെയ്യുന്നു? സംസാരാബ്ധി മധ്യത്തിൽ പതിക്കുന്നു. സംസാര അബ്ധി മധ്യത്തിൽ, അബ്ധി സമുദ്രം, മധ്യം എന്താ? നടുക്കൾ അത്ര അത് എവിടെ? സമുദ്രമല്ല. സംസാരം ഈ ലോക ദുഃഖ ദുരിതത്തിൻ്റെ അതികഠിനമായ മധ്യത്തിൽ വെച്ചാൽ അത്രയ്ക്ക് കരകയറാൻ പറ്റാത്ത ആഴക്കടലെന്ന് പറയുന്ന പോലെ ഒരിക്കലും ഒന്നിനുമീതെ ദുഃഖ ദുരിതങ്ങളായി കിടക്കുന്നതിനാണ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും അതിന് കരകയറാൻ പറ്റാത്ത വണ്ണം തന്നെ സമുദ്ര മധ്യം എന്ന് പറയുന്നത്. അതിന് ഒരു ഉദാഹരണം, ഒരു ഉപമയത്. അങ്ങനെ പതിക്കുന്നു. അവൻ എന്ത് ചെയ്യുന്നു? അവന് ജന്മാദികൾ വരുന്നു, പക്ഷെ എന്ത് കിട്ടുന്നില്ല? മോക്ഷം കിട്ടത്തില്ല. ജന്മാദികൾ വെച്ചാൽ മരണവും ജനനവും, ജനിക്കുക മരിക്കുക, എത്ര നാൾ ഇങ്ങനെ കിടന്നാലും അവന് മോക്ഷം വരത്തില്ല. എന്താ കാരണം? ദേഹവും ഇന്ദ്രിയങ്ങളുടെ സുഖത്തിന് വേണ്ടി ഈ ലോക ജീവിതത്തിലേക്ക് കിടന്ന് നട്ടം തിരിയുമ്പോൾ ദുഃഖ ദുരിതമല്ലേ, എങ്ങനെ കരകയറും? എന്തെങ്കിലും മോക്ഷം കിട്ടൂ? അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ത്രിവിധ വികാരത്തെ ആശ്രയിക്കുന്നു മനുഷ്യർക്ക് കേൾക്ക, അവൻ തൻ മായാന്തരത്തിങ്കിലേ പതിക്കുന്നു. ത്രിവശൻ, ഈ മൂന്ന് രീതിയിൽ വശപ്പെട്ട് കിടക്കുന്നവൻ സംസാരാബ്ധി മധ്യത്തിൽ പതിക്കുന്നു. അവന് ജന്മാദികൾ വരുന്നു, മോക്ഷം കിട്ടത്തില്ല. വരും എന്നല്ല, ഈ എന്ന് പറഞ്ഞാൽ വരത്തില്ല. വിശ്വമൂർത്തിയായി വിശ്വേശ്വരനാം ഭഗവാനീ വിശുദ്ധം വിപുലമാം
ജ്ഞാനവൈരാഗ്യം പിന്നെ വിജ്ഞാനയുതമായ വൃത്താന്തം അത് ചൊല്ലി വിജ്ഞാന സ്വരൂപനാം തൊൽഭക്തി യോഗത്തെയും അരുൾ ചെയ്തതു കേട്ടേൻ. ഉദ്ധവർ പറയുന്നു, ഭഗവാനെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരമാത്മാവായ നാരായണൻ കൃഷ്ണൻ ഇതെല്ലാം പറഞ്ഞു തന്നു, അത് ഞാൻ കേട്ടു. ഇത്രയും നമ്മൾ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഭഗവാൻ ഈ ഉപദേശങ്ങൾ കൊടുത്തെല്ലാം ഉദ്ധവർ കേട്ട് കാരണം എന്താ, വിശ്വമൂർത്തിയായിരുന്ന വിശ്വേശ്വരനായിരുന്ന വിശ്വത്തിൻ്റെ ജഗദീശ്വരനോട് പറയുന്നു, ഭഗവാനെ അങ്ങനെയുള്ള കൃഷ്ണ വിശുദ്ധം വിപുലമാം ഈ ജ്ഞാനവൈരാഗ്യം, ഈ പറഞ്ഞതെല്ലാം നല്ല നല്ല ഇതെല്ലാം വൈരാഗ്യം കൊണ്ട് വേണം ജ്ഞാനം നേടാൻ. അങ്ങനെയുള്ള വിജ്ഞാനങ്ങളെല്ലാം അത് വൃത്താന്തം എല്ലാം ഭഗവാൻ പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം കേട്ട് വിജ്ഞാന സ്വരൂപനാണങ്ങ്. അങ്ങനെയുള്ള ഭഗവാന്റെ ഭക്തി യോഗത്തെയും ഭഗവാൻ പറഞ്ഞു. ഇതൊക്കെ കേട്ടു. എങ്കിലും ഉദ്ധവർ പറയുന്നു, കേട്ടേൻ എങ്കിലും താപത്രയാൽ, താപം എന്താണ്, ദുഃഖ ദുരിതം, ത്രയം 3, ഈ ദേഹം മനസ്സ് ഇന്ദ്രിയങ്ങളാകുന്ന ഈ ദുഃഖം താപം എന്ത് ചെയ്യുന്നു, പെരുകേ വലഞ്ഞ് അതിസന്താപ മാനസിക ഞാൻ വളരെ വളരെ ദുഃഖപ്പെടുന്നു ഭഗവാനെ. ഇതിന്ന് കരകയറാൻ എന്താ ഒരു മാർഗം? ഞാനിങ്ങനെ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നു, ഇങ്ങനെ ത്രിവശൻ 3ലും അകപ്പെട്ട് കിടക്കുന്നവനെ ദുഃഖം നടുക്കടലാണ്. അവനെ ഒരിക്കലും ജനന മരണങ്ങൾ വന്നുകൊണ്ടിരിക്കും, മോക്ഷം കിട്ടത്തുമില്ല, സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് പെരുകേ ഞാൻ വലഞ്ഞ് സന്താപ മാനസം, എൻ്റെ മനസ്സ് അത്രത്തോളം ദുഃഖമാകുന്നു ഭഗവാനെ. അങ്ങനെ ഇരിക്കുന്നവർ ഞാനും എപ്പോഴും ഭഗവാനെ അരികെ കാണുന്നതുമില്ലല്ലോ. അതായത് ഇങ്ങനെ ദുഃഖപ്പെട്ട് വിഷമിച്ച് ഇരിക്കുന്ന ദുരിതത്തിൽപ്പെട്ട് കഷ്ടപ്പെട്ട് കിടക്കുവാണ് ഉദ്ധവരും. അങ്ങനെയുള്ള എനിക്ക് ഭഗവാനെ അരികെ കിട്ടുന്നില്ലല്ലോ എന്ന് കാണാൻ. ഇത് ഭഗവാന്റെ വചനങ്ങൾ കേൾക്കുന്നു, പക്ഷെ എന്താ കാരണം, അത് അരികെ കിട്ടുന്നത് അത് ഉദ്ധവരതായി മാറണം. ഇവിടെ പരമാത്മാവ് ജഗദീശ്വരൻ ഭഗവാൻ കൃഷ്ണൻ ഇതൊക്കെ ഉപദേശങ്ങൾ പറഞ്ഞെങ്കിലും ഇത് അദ്ദേഹത്തിന് അടുക്ക കിട്ടണം. ഭഗവാൻ ഇത് പറഞ്ഞിട്ടങ്ങ് പോവില്ലേ, ഇത് ഉപദേശം കൊണ്ട് ഭഗവാൻ പോകും. അപ്പോൾ ഈ ഉദ്ധവരതായി മാറണ്ടേ, ഉദ്ധവർക്ക് ഇത് കിട്ടണ്ടേ? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, നമുക്ക് യഥാർത്ഥമായ പരമാർത്ഥത്തെ നമ്മൾ ഗ്രഹിക്കാതിരിക്കുന്നിടത്തോളം കാലം നമ്മളിതൊക്കെ കേട്ടും കണ്ടും പറഞ്ഞ് ഇങ്ങനെ മറന്നും തിരിഞ്ഞും പോകത്തേ ഉള്ളൂ. നമ്മളതായി തീരുമ്പോഴാണ് നമുക്ക് ആ പരമാർത്ഥ ജ്ഞാനം നമ്മൾ തന്നെ വസിക്കണം. അത് ഞാനായവൻ ഞാനാകുന്നു, ആ താൻ തന്നെ എല്ലാവരിലും ഇരിക്കുന്ന തന്നിലെ താനിനെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഈ ഉദ്ധവർക്ക് എന്താ ചോദിക്കുന്ന ആ ചോദ്യത്തിന് ഉത്തരം നമുക്ക് കിട്ടണം. എനിക്ക് അരികെ കിട്ടുന്നില്ലല്ലോ ഭഗവാനെ എന്നാ പറയുന്നത്. ഇങ്ങനെയെല്ലാം വലഞ്ഞ് സന്താപ മാനസനായിരിക്കുന്നവർ ഞാൻ എപ്പോഴും ഈ ഭവാനെയും അരികെ കാണുന്നതുമില്ലല്ലോ ഭഗവാനെ എന്ന് പറയുമ്പോൾ നമ്മളും ചിന്തിക്കണം, ഇത് എത്രത്തോളം നമ്മളിപ്പോൾ ഭഗവാൻ ഇത് പറഞ്ഞു തരുന്നു. ഈ ഭാഗവത്തിൻ്റെ വരികൾ ഈശ്വരൻ നമുക്ക് പറഞ്ഞു തരുന്നു. പക്ഷെ നമ്മൾ അരികെ നമ്മൾ കിട്ടുന്നുണ്ടോ? ഇത് കേട്ടും കണ്ടും അങ്ങ് വായിച്ചങ്ങ് പോവില്ലേ? ഇത് നമുക്കുള്ള ഉള്ളിലാകുന്നുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കൂ, നമ്മുടെ ഉള്ളിൽ ആകണ്ടേ? ഭഗവാൻ ഇത് പറയുന്നത് പോലെ ഈ ഭാഗവതം ഞാനിപ്പോൾ ഇതിങ്ങനെ വായിച്ച് കേൾപ്പിക്കുന്നു, നിങ്ങളിത് കേൾക്കുന്നു, പക്ഷെ നിങ്ങൾക്കത് കിട്ടണ്ടേ? നിങ്ങൾ അറിയണ്ടേ? പരമാർത്ഥത്തെ നിങ്ങൾ ഗ്രഹിക്കണ്ടേ? നിങ്ങളതായി തീരണ്ടേ? തന്നിലെ താനിനെ അറിയണ്ടേ? ഉദ്ധവർ പറയുന്ന ഇതാണ്. അതുകൊണ്ട് ഭഗവാനെ എനിക്ക് ഇങ്ങനെയെല്ലാം കഷ്ടപ്പാടും ദുരിതങ്ങളുമായിട്ട് ഇരിക്കുന്നു, ഭഗവാന്റെ വചനങ്ങൾ കേൾക്കുന്നു, എന്നാൽ ഇതിനെ എനിക്ക് അരികെ കിട്ടുന്നില്ലല്ലോ ഭഗവാനെ. നിന്തിരുവടിയുടെ പാദദ്വന്ദ്വങ്ങളാകും ആദപത്രവും കൃപാമൃതവർഷവും എന്നീ ദുഷ്ടരായി സംസാരത്തിൽ വീണ്ടും ഉടനഴൽപ്പെട്ട് ക്ലിഷ്ടരായി കാലാഹിനാഗ്രസ്തരായി സുഖം ഇല്ലാതെ സുഖം എന്നേ ഇരിക്കും ജനത്തിന്. എന്താ പറയുന്നത്? ഭഗവാനെ അടുക്ക് കിട്ടുന്നില്ല. ഈ ഒരുപാട് ജനങ്ങൾ എന്താ പറയുന്നേ, അരികെ കാണുന്നില്ല, ബുദ്ധവർ കാണുന്നില്ല, ഭക്തന്മാർക്ക് കിട്ടുന്നില്ല. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ വേണ്ടേ? ഇത് ഈശ്വരനെ ഉള്ളിലാവണ്ടേ? അതുകൊണ്ട് ഭഗവാനോട് പറയുന്ന നിന്തിരുവടിയുടെ പാദദ്വന്ദ്വങ്ങളാകും. എന്താ? വെൺകൊറ്റക്കുട. എന്തിനാ ഈ കുട എന്ന് പറയുന്നത്? നമുക്ക് താപം, ദുഃഖ ദുരിതങ്ങൾ, ചൂട് കൂടുന്നപ്പം ഭഗവാന്റെ കുട നമുക്ക് പിടിച്ചു തരും. പാദദ്വന്ദ്വം, ഭഗവാന്റെ പാദം നമുക്ക് തണലായി വരണം. അതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ചിന്തിക്കണം, ഭഗവാന്റെ പാദപീഠം നമുക്ക് അത്ര തണലേകും. അതുകൊണ്ട് ഭഗവാനെ അങ്ങയുടെ പാദദ്വന്ദ്വങ്ങൾ, രണ്ട് പാദങ്ങളാകും ആദപത്രവും. അതെന്താ? വിഷമങ്ങളുടെ അകറ്റുന്ന വെൺകറ്റ കുടയാണ്. നമുക്കെല്ലാം ചൂട് മാറാൻ എന്താ? നമ്മൾ കുട പിടിക്കും.
അപ്പോൾ നമുക്ക് ഈ ദുഃഖദുരിതമാകുന്ന ചൂടിന് എന്ത് ചെയ്യും? ഭഗവാന്റെ പാദദ്വന്ദ്വം, ആ ഭഗവാന്റെ പാദപീഠം മതി, നമുക്ക് ആശ്രയം അത് മതി, എല്ലാം അവിടെ സമർപ്പിക്കുക. അങ്ങനെ ആദപത്രവും കൃപാ അമൃതവർഷവും, ഇത് ഭഗവാന്റെ കൃപയോടുകൂടിയ ആ അമൃതമാകുന്ന വാക്കുകൾ, ഇതെല്ലാം ഇല്ലാതെ എന്ത് ചെയ്യുന്നു ദുഷ്ടരായ ജനങ്ങൾ? സംസാരത്തിൽ വീണ് ഉഴന്നഴൽപ്പെട്ട് ക്ലിഷ്ടരായി. എല്ലാവരും ഈ ദുഃഖ ദുരിതത്തിൽപ്പെട്ട് നമ്മളെല്ലാം ദുഷ്ടന്മാരാണ്. കാരണം ഭഗവാന്റെ ഈ വെൺകറ്റ കുടയ്ക്കോ ഭഗവാന്റെ കൃപാമൃത വർഷം ആ ഒരു വാക്കിനോ നമ്മൾ തിരയുന്നില്ല. നമ്മൾ ദേഹങ്ങളും ഇന്ദ്രിയങ്ങളുമായിട്ട് ഈ ലോകത്ത് കിടന്ന് കറങ്ങുക, സംസാര ദുഃഖമായിരിക്കുന്ന ഈ സമുദ്രം മധ്യത്തിൽ കിടന്ന് ഉഴലുക. എങ്കിലും എന്നിട്ടും നമ്മൾ ഭഗവാന്റെ വെൺകൊറ്റക്കുടയ്ക്ക് വേണ്ടി നമ്മൾ കേഴുന്നില്ല, നമ്മൾ കരയുന്നില്ല. ഭഗവാനെ ആദപത്രം, ആ ഭഗവാന്റെ കുട നമുക്കൊന്ന് പിടിച്ച് തായേ, ഭഗവാന്റെ പാദപിടം ഒന്ന് തായേ, എനിക്കുള്ള ദുഃഖദുരിതമൊന്ന് പോകട്ടെ എന്ന് നമ്മൾ ആരാണ് ഭഗവാനെ കേണ് വീണ് പ്രാർത്ഥിക്കുന്നത്? അതുകൊണ്ട് അത് ചെയ്യാത്തത്തോളം കാലം ദുഷ്ടൻ എന്നല്ലേ പറയാൻ പറ്റൂ? ആരാ അതിനകത്ത് നന്മ ചെയ്യുന്നവർ? ഇത് ആഗ്രഹിച്ച് ഇതിനെ ഉദ്ധവർ ചോദിക്കുന്നത് പോലെ നമ്മളും ചോദിക്കണം. ഭഗവാനെ, എൻ്റെ ദുഃഖം മാറാൻ എനിക്ക് അവിടുത്തെ വെൺകൊറ്റ കൂടെ ഒന്ന് പിടിച്ചു തരൂ, അവിടുത്തെ കൃപയോടുകൂടി ആ വചനം എനിക്കൊന്ന് കേൾക്കട്ടെ. ഇങ്ങനെ ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഇങ്ങനെ ദുഷ്ടരായി സംസാരത്തിൽ വീണ് ഉഴന്ന് അഴൽപ്പെട്ടിട്ട് പോലും ആരും അറിയുന്നില്ല. ഇന്ന് എവിടെ നമ്മൾ നോക്കിയാലും ഇങ്ങനെ കഷ്ടത കൊണ്ട് നിറഞ്ഞാലും ഭഗവാനെ അറിയാനോ പ്രാർത്ഥിക്കാനോ വചനം കേൾക്കാനോ ഇങ്ങനെ ഇതിന് തയ്യാറല്ല ആർക്കും. അഥവാ തയ്യാറായാൽ എന്താ, വെഷ്പ്രാളം വന്ന് കയറുമ്പോൾ ഉടനെ ഒരു പോക്കുണ്ട്. അയ്യോ എനിക്കിപ്പം വയ്യായേ, എനിക്ക് ഇനി ശനിദോഷമാണ്, എനിക്ക് മറ്റതാണ് മറിച്ചാൻ വേണ്ട ഒരു ഓട്ടമാണ്. എന്താ അവിടെ ചെല്ലുമ്പോൾ എല്ലാം എടുത്തിട്ട് തരുമെന്ന വിചാരം. അതുവരെ ദുഃഖങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ഇരിപ്പിടവും നമ്മൾ കരുതി കൂട്ടി വയ്ക്കും. വേണ്ടാത്ത കൃത്യങ്ങളും വേണ്ടാത്ത അശുദ്ധിയാകുന്ന ഈ ലോക ജീവിതത്തിലേക്ക് കടന്ന് ഉഴന്ന് വേണ്ടാത്തൊക്കെ ചെയ്ത് ദുഷ്കർമ്മങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് ദുഃഖം ഏറി വരുമ്പോൾ ഓടും. ഭഗവാൻ അവിടെയുണ്ട്, അക്കരെയുണ്ട്, അമ്പലത്തിലുണ്ട്, അല്ലെങ്കിൽ ഇന്ന അമ്പലത്തിൽ ഗുരുവായൂരപ്പൻ്റെ അവിടെ ഉണ്ടെന്നും പറഞ്ഞ് ഓടും. വല്ല രക്ഷയും കിട്ടൂ? എപ്പോഴും ഭഗവാന്റെ ആ പാദദ്വന്ദ്വം നമ്മൾ ആശ്രയം ഇരിക്കണം. ആ വെൺകൊറ്റക്കുട, ആ കൃപയോടുകൂടെ ഈ വചനങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ എത്ര സൗകര്യമായതൊക്കെ കേൾക്കാൻ. എവിടെയെങ്കിലും പോകണോ? എല്ലാവരും ധരിക്കുന്ന എന്താ? നന്നായിട്ട് ശുദ്ധ വസ്ത്രമൊക്കെ ധരിച്ച് കുളിച്ചൊരുങ്ങി ഒരു കുറിയൊക്കെ ഇടുമ്പോൾ എല്ലാം ആവുമെന്ന. ഉള്ളം പരിശുദ്ധമാവണമെങ്കിൽ ഇത് കേൾക്കണം. ഈ വചനം കേട്ട് അത് ഇഴിഞ്ഞിറങ്ങണം. ഈ ഭഗവാന്റെ വചനം അമൃതാണ്. ഇത് ഓരോ വാക്കും. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന മാലിന്യങ്ങൾ മൊത്തം എന്താ പറയുക, താഴേക്ക് ഒഴുകി പോകും. അവിടെ നിൽക്കത്തില്ല, കെട്ടിക്കിടക്കുന്നതൊക്കെ പോകും. അതിന് നമുക്ക് ഭഗവാനെ ആരാധിക്കുക, സ്തുതിക്കുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക, സജ്ജന സംസർഗം ഇതൊക്കെ കേൾക്കുക, പഠിക്കുക. അപ്പോഴാണ് കിട്ടുന്നത്. അതുകൊണ്ട് പറയുന്നു, ഈ ദുഷ്ടരായ സംസാരത്തിൽ വീണ് അഴൽപ്പെട്ട് ദുഃഖപ്പെട്ട് കിടക്കുന്ന ക്ലിഷ്ടരായി അത്രമാത്രം സഹികെട്ട് കിടക്കുന്നത് എങ്ങനെയാ? കാലാഹിനാഗ്രസ്തരായി. കാലമാകുന്ന സർപ്പം, അഹി സർപ്പം, കാല അഹി ഗ്രസ്തനായി. കാലമാകുന്ന കലികാലം. ഇവിടെ കാല അഹി ഇവിടെ ഉദ്ദേശിക്കുന്ന നമ്മുടെ കലികാലം അത്ര ദുഃഖം ദുരിതപ്പെട്ടതാണ്. അത് വിഴുങ്ങി നമ്മളെ ആ കാലമാകുന്ന സർപ്പത്തിൻ്റെ വായിൽ കയറി ഇരിക്കുക. വിഴുങ്ങുമ്പം തീരും. അങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന അതാണ് കാലാഹിനാഗ്രസ്തരായി. സുഖമെന്നി ഒരു സുഖവുമില്ലാതെ ഇരിക്കുന്ന ഈ ജനത്തിന്, ഇങ്ങനെയുള്ള ജനങ്ങളാണ് ഇവിടെ കഴിഞ്ഞുകൂടുന്നത്. എത്രമാത്രം ദുഃഖം ദുരിതം പെട്ട് അഹി പാമ്പിൻ്റെ വായിൽ ഇരിക്കുക എന്നുള്ള കാര്യം എന്നിട്ടും അറിയുന്നില്ല. അങ്ങനെയുള്ള ജനത്തിനെ, ഇങ്ങനെ ഇരിക്കുന്ന ജനത്തിനെ കൃപയാ മോക്ഷം കൊടുത്തിരിക്കും വാക്കുകൊണ്ട്. ഭഗവാന്റെ കൃപയോടുകൂടി അമൃതമാകുന്ന വാക്കുകൾ കൊണ്ട് മകൾ ഭാവനായും ഇരിക്കുന്ന ഭഗവാന്റെ കൃപയോടുകൂടിയ വാക്കുകളും മോക്ഷങ്ങളെല്ലാം കൊടുക്കുന്ന ഈശ്വരനെ അങ്ങനെ ഇരിക്കും ഭവാൻ. അങ്ങനെയുള്ള ഭഗവാന്റെ വാക്കുകൾ, നല്ല കൃപയോടുകൂടിയ വാക്കുകൾ, ഇങ്ങനെ ഇരിക്കുന്ന ഭവാൻ സംസാരാംബുധൗ പതിതനായിരിക്കുന്ന എന്നെ, ഉദ്ധവർ പറയുന്നു, ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് സംസാരാംബുധൗ സംസാരമാകുന്ന നടുക്കടലാകുന്ന ആ ആഴക്കടലിൽ കടന്ന് രക്ഷപ്പെടാൻ വയ്യാതെ വിഷമിച്ചിരിക്കുന്ന എന്നെ, അതായത് സംസാരാബ്ധോപാദിതനായി അവിടെ പതിച്ചുപോയി. ഈ ദുഃഖ ദുരിതക്കെട്ട് പതിച്ച് കരകയറാൻ പറ്റാത്തവണ്ണം ആഴക്കടലിലായിപ്പോയി ഭഗവാനെ. അങ്ങനെ നശിച്ചു പോയി കിടക്കുന്ന എന്നെ മരിക്കും ഞാനിപ്പോൾ, എന്നെ വിഴുങ്ങും. ഈ കാലാഹി ആയിരിക്കുന്ന സർപ്പം വായിൽ വച്ചേക്കുക, ഇപ്പോൾ എന്നെ എന്നെ ഇരിക്കും എന്നെ. അപ്പോൾ എന്താ? സംസാരാബുധവും പതിതനായി മരിക്കും. ഞാൻ ഇപ്പം മരിക്കും ഭഗവാനെ, ഞാൻ ആഴക്കടലിൻ്റെ മധ്യത്താണ്.
അതിൽ നിന്ന് എനിക്കിനി കരകയറാൻ പറ്റത്തില്ല നാരായണ കൃഷ്ണ. അങ്ങനെ ഞാൻ മരിച്ചു പോകും. അങ്ങനെയുള്ള എന്നെ കരയേറ്റിട്ട് തണുപ്പിക്ക വേണം. എന്നെ അങ്ങനെ കരകയറ്റൂ, എന്നെ ഈ ദുഃഖത്തിൽ കരകയറ്റൂ ഭഗവാനെ. ഞാൻ നടുക്കടലിലാണ് ഭഗവാനെ, എനിക്കൊരു രക്ഷയുമില്ല. ഇതിന് അമ്പലത്തിൽ പോയാൽ വീണ്ടെടുക്കാൻ പറ്റൂ? എവിടെ പോയാലും കിട്ടൂ? നമ്മുടെ ഉള്ളം പരിശുദ്ധമായി ഭഗവാനെ നന്നായി പ്രീതിപ്പെടുത്തണ്ടേ? ഭക്തി കൊണ്ട് നമ്മൾ നിറയണ്ടേ? ഈശ്വരനെ അറിയണ്ടേ? അതുകൊണ്ട് അങ്ങനെ ഉദ്ധവർ എന്ത് പറയുന്നു? ഉദ്ധവർ പറയുന്നു, അങ്ങനെ ആഴക്കടലിൻ്റെ മധ്യത്തിൽ പതിച്ചു പോയി മരിക്കും, മരിക്കാറായി എന്നെ അങ്ങ് കരകയറ്റി തണുപ്പിക്കുക വേണമെന്ന് ഏവം പറഞ്ഞിടുന്ന ഉദ്ധവൻ്റെ ക്ഷീണത കളവാൻ. അപ്പോൾ ഭഗവാൻ എന്ത് വന്നു? ഇനി പറ്റത്തില്ല. ഇത്രയും അങ്ങ് താഴെ വീണ് ഭഗവാനെ പ്രാർത്ഥിച്ച് എന്നെ കരകയറ്റണമേ എന്ന് അഭയം കൊടുത്തപ്പോൾ ഭഗവാൻ എന്ത് ചെയ്ത്? ക്ഷീണത കളയണം. ഇനി ഉദ്ധവർക്ക് ഈ വിഷമം കളയാൻ വേണ്ടി ഭഗവാൻ എന്ത് ചെയ്തു? ക്ഷീണത കളവാനായി അരുളി ചെയ്തു. കൃഷ്ണൻ എന്താ പറഞ്ഞത്? ഭാരതയുദ്ധം കഴിഞ്ഞപ്പോഴേ ധർമാത്മജൻ പാരാതെ ദുഃഖിതനായി ബന്ധു നിഗ്രഹം മൂലം അന്ന് ധർമ്മങ്ങൾ ചോദിച്ചറിഞ്ഞു. ഭീഷ്മരോട് പിന്നെയും മോക്ഷധർമ്മം ചോദിച്ചു യുധിഷ്ഠിരൻ. സാരനാം ഭീഷ്മർ മുഖത്തിങ്കൽ നിന്ന് അന്ന് ചൊന്ന വൈരാഗ്യ ശ്രദ്ധ ഭക്തി സംയുക്തങ്ങളായുള്ള ജ്ഞാന വിജ്ഞാനം ഇന്ന് ഞാൻ ചൊൽവൻ കേട്ടുകൊള്ളുക. ജ്ഞാനവും വിജ്ഞാനവും ഇത് രണ്ടും രണ്ടാണ്. ജ്ഞാനം അറിവും, വിജ്ഞാനം ദേഹേന്ദ്രിയ നമ്മുടെ ദേഹങ്ങളെ കൊണ്ടുള്ള വൃത്തികളെ പറ്റി അറിയുന്നതാണ് വിജ്ഞാനം. നമ്മളിരിക്കുന്ന സാക്ഷി ചൈതന്യത്തെ അറിയുന്ന ജ്ഞാനം, അതാണ് അറിവ്. അപ്പോൾ ഇതിനെപ്പറ്റി ആര് പറഞ്ഞു കൊടുത്ത്? ക്ഷീണം കളവാൻ ഈ അന്ന് നടന്ന ഭാരത യുദ്ധം കഴിഞ്ഞപ്പോൾ ഈ പഞ്ചപാണ്ഡവന്മാരും ധൃതരാഷ്ട്ര വർഷക്കാരുമായിട്ട് യുദ്ധം കഴിഞ്ഞപ്പോൾ, ഭാരത യുദ്ധം കഴിഞ്ഞപ്പോൾ അന്ന് ധർമാത്മജൻ, അതായത് അർജുനൻ്റെ ജ്യേഷ്ഠനായ യുധിഷ്ഠിരൻ, ധർമാത്മജൻ യുധിഷ്ഠിരൻ, മൂത്തയാൾ പാരാതെ ദുഃഖിതനായി. എന്താ കാരണം? ഈ ബന്ധുക്കളെല്ലാം വധിച്ച് ചത്തുപോയല്ലോ. യുദ്ധത്തിൽ എല്ലാവരും ദുര്യോധനാദികൾ മൊത്തവും മരിച്ചില്ലേ, ബന്ധുക്കളെല്ലാം. അതുകൊണ്ട് അന്ന് ദുഃഖപ്പെട്ടു. കാരണം അവർ ജ്യേഷ്ഠൻ്റെ അരിൻ്റെ മക്കളല്ലേ. അപ്പോൾ ധർമ്മിഷ്ഠനല്ലയോ ഈ യുധിഷ്ഠിരൻ, ധർമ്മജ്ഞനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് സങ്കടം സഹിക്കുന്നില്ല. പാരാതെ വിഷമമായി. എല്ലാ ബന്ധുക്കളും മരിച്ചുപോയി നിഗ്രഹം മൂലം. അന്ന് ധർമ്മങ്ങൾ ചോദിച്ചറിഞ്ഞു. എന്താ ഇനി വേണ്ടത്? എനിക്ക് എന്താ ഞാൻ ചെയ്യേണ്ടത്? എനിക്ക് എന്ത് ധർമ്മമാണ് എനിക്ക് ചെയ്യേണ്ടത്? ചോദിച്ചറിഞ്ഞ് ആരോടാ? ഭീഷ്മരോട്. അവരുടെ മുത്തച്ഛൻ നല്ല യഥാർത്ഥ ഭക്തനാണ്. അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ തിരക്കി. എന്താ ഇനി വേണ്ടത്? എല്ലാവരും മരിച്ചും പോയി, എനിക്ക് ദുഃഖം സഹിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഭീഷ്മരോട് പിന്നെയും എന്ത് ചെയ്തു? മോക്ഷധർമ്മം ചോദിച്ചു യുധിഷ്ഠിരൻ. അങ്ങനെ എന്താ ഇനി? കാരണം അദ്ദേഹത്തിന് ഇനി മോക്ഷത്തിലേക്ക് കടക്കണം. അയാൾക്ക് ഈ ലോകം ഒന്നും വേണ്ട, എല്ലാത്തിനും വിരക്തി വരണം. കാരണം ഇത്രയെല്ലാം വന്നപ്പോൾ അദ്ദേഹത്തിന് സഹിക്കുക വയ്യാതെ ഇനി എനിക്ക് മോക്ഷത്തിലേക്ക് കടക്കണം, ഇനി എനിക്ക് ഇതിനെല്ലാം വിരക്തനാകണം എന്നല്ലേ മോക്ഷം. അതാണ് മോക്ഷധർമ്മം ചോദിച്ചു യുധിഷ്ഠിരൻ. ആരോടാണ്? ഭീഷ്മരോട്. സാരനാം ഭീഷ്മർ മുഖത്തിങ്കെന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്തിൽ നിന്ന് പറഞ്ഞു അന്ന് പറഞ്ഞ വാക്ക് വൈരാഗ്യ ശ്രദ്ധ ഭക്തി സംയുക്തങ്ങളായുള്ള ജ്ഞാനവിജ്ഞാനം ഇന്ന് ഞാൻ ചൊല്ലണം കേട്ടുള്ളൂ. അന്ന് പറഞ്ഞു കൊടുത്ത വാക്ക്. യുധിഷ്ഠിരന് ഭീഷ്മർ എന്താ ഉപദേശം കൊടുത്തത്? എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എൻ്റെ ധർമ്മം പറഞ്ഞു തരൂ, എനിക്ക് മോക്ഷമാർഗം വേണം എന്ന് യുധിഷ്ഠിരൻ ചോദിച്ചപ്പോൾ ഭീഷ്മർ പറഞ്ഞു കൊടുത്ത വാക്ക് ഇന്ന് ഞാൻ നിനക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ സാരനാം ഭീഷ്മർ മുഖത്തിങ്കൽ ചില ഭീഷ്മരുടെ വാക്ക്, അദ്ദേഹം കൊടുത്ത വാക്ക്, മുഖത്തിങ്കൽ നിന്ന് ചൊന്ന, അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് കേട്ട വാക്ക്, അതെന്താ? വൈരാഗ്യ ശ്രദ്ധ ഭക്തി സംയുക്തങ്ങളായുള്ള ജ്ഞാനം. അപ്പോൾ എന്താണ് വൈരാഗ്യം? ഈ ലോക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്നതാണ് വൈരാഗ്യം. നമ്മൾക്കതിന് വൈരാഗ്യപ്പെട്ടേക്കും. എനിക്ക് ഇന്നത് കേൾക്കണ്ട. നമ്മൾ ഇന്നലെ ഭഗവത്ഗീതയിൽ മനസ്സിലാക്കിയില്ലേ, ഇന്ദ്രിയ ദ്വാരങ്ങളിൽ നിന്ന് പ്രകാശം വരണമെന്ന്. എന്തെങ്ങനെയാ ഈ ലോക ജീവിതത്തിലേക്കുള്ളത് വേണോ? പരമാത്മാവ് ലയം അത് നല്ല കാര്യങ്ങൾ, ഈശ്വര വചനങ്ങൾ കേൾക്കുമ്പോൾ പ്രകാശം ഉണ്ടാവും ദ്വാരത്തിന്, ചെവിക്കും കണ്ണിനുമൊക്കെ. അതാണ് വൈരാഗ്യം വരുമ്പോൾ അങ്ങനെ ആകണം. അല്ലാതെ മനസ്സും ഇന്ദ്രിയങ്ങളും ദേഹങ്ങളെല്ലാം വികാരത്തിൻ്റെ പുറകെ പോയാൽ, ഈ ലോക ജീവിതത്തിൻ്റെ പുറകെ പോയാൽ ഇത് കിട്ടൂ. അതുകൊണ്ട് നമുക്ക് എന്ത് വേണം? വൈരാഗ്യം, ശ്രദ്ധ, എല്ലാത്തിൽ നിന്നും വിരമിച്ച് എനിക്കിനി ലോകം വേണ്ട എന്നുള്ള വൈരാഗ്യവും, അതിൽ അത്രമാത്രം ശ്രദ്ധയോടുകൂടി ഇരിക്കുമ്പോൾ എന്താണ്? ഭക്തി. ഭഗവാനിൽ ഭക്തി എന്ന് വെച്ചാൽ എന്താണ്?
ഭഗവാനിൽ ചേരണമെങ്കിൽ ഭക്തി തന്നെ വേണം. ഭക്തിയിൽ മുഴുത്തിരിക്കുമ്പോൾ എന്ത് വരും നമുക്ക് അത് അനുഭവമുള്ളവർക്ക് വേണമെങ്കിൽ ഇത് മനസ്സിലാവും. അനുഭവം ഇല്ലാത്തവർക്ക് ഭക്തിയെപ്പറ്റി പറയാനേ പറ്റുമോ അറിയത്തില്ല. എൻ്റെ അനുഭവം അങ്ങനെ ഭക്തി മുഴുത്ത് ഞാൻ അല്ലാതെ അങ്ങ് മാറിയ ആ കാലങ്ങളിൽ ഒരു 10-30 വയസ്സ് തൊട്ട് അന്നോട്ടേ അങ്ങ് ഭക്തി വർദ്ധ. ഇവിടെ വീട് വേറെ മാറി അന്ന് തൊട്ടേ അങ്ങ് ഭക്തിയാണ്. ഭക്തി വന്നാൽ എന്ത് വരും? ഭഗവാനെ ആരാധിച്ച് മുഴുക്കത്തില്ല. എത്രത്തോളം കീർത്തനങ്ങൾ ചൊല്ലാൻ മുഴുക്കിയല്ല. അർത്ഥം അറിഞ്ഞങ്ങനെ ലയിച്ച് ഭക്തി വർദ്ധിച്ച് പിന്നെ കണ്ണുനീരൊഴുകി അവിടെ അങ്ങ് ഇരിക്കുമ്പോൾ ഞാൻ അറിയുന്നില്ല എത്ര മണിക്കൂർ ഇരുന്നെന്നോ എനിക്ക് ദേഹമുണ്ടെന്നോ ഒരു രക്ഷയില്ല. എന്താ കാരണം? ഭക്തി മുഴുത്ത് ഞാനില്ല അവിടെ. ഞാനെന്ന വ്യക്തി അവിടെ ഇല്ല. അത് പരമാത്മ ലയിച്ചിരിക്കുകയാണ്. ആ അവസ്ഥയാണ് ഇവിടെ ഭക്തി എന്ന് പറയാം. അല്ല സാധാരണ എല്ലാവരും പറയും ഞങ്ങൾക്ക് ഭക്തിയുണ്ട്, ഞങ്ങൾ ഭക്തിയോട് എന്ന് നാമം ചൊല്ലുന്നൊക്കെ പറയും. ഈ ലെവൽ ആർക്കും എത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് ഭക്തി. ഈശ്വരനെ പ്രാർത്ഥിച്ച് പോരാ, സന്ധ്യയ്ക്ക് മുമ്പേ അങ്ങ് തുടങ്ങിയിട്ട് എത്രത്തോളം പ്രാർത്ഥിച്ചാലും മുഴുക്കത്തില്ല. ഭഗവാനെ വർണ്ണിച്ച് സ്തുതിച്ച് അതിൽ തന്നെ ഇരുന്നിട്ട് പിന്നെ ഒരു ഇരുത്തങ്ങ് ഇരുന്നാലും നമ്മുടെ ദേഹബോധം ഇല്ലാത്തൊരവസ്ഥയാണ് അത്. അതാണ് ഭക്തി. എഴുന്നേൽക്കുമ്പോൾ എന്ത് വരും? നമ്മൾ തുടങ്ങിയപ്പോഴേ ഇരിക്കുന്ന കണ്ണുനീരിങ്ങനെ വസ്ത്രമൊക്കെ മുങ്ങി ഇരിക്കും. അതൊന്നും നമ്മൾ അന്നേരം അറിയില്ല. കണ്ണുനീര് എപ്പോഴോ പോയതൊന്നും അറിയുന്നില്ല. പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോഴേ കണ്ണുനീര് ഒഴുകുന്നുണ്ട്. ആ കണ്ണുനീരിൽ തന്നെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ കാണുന്ന എന്താ? കണ്ണുനീരും മൂക്കളയും എല്ലാം നമ്മൾ അറിയുന്നില്ല. എപ്പോഴോ ബോധം വീണ് എഴുന്നേൽക്കുന്നത് വരെ നമ്മളൊന്നും അറിയില്ല. അത്രയും മുഴുകിയിരിക്കുന്നൊരു ഭക്തി നിങ്ങൾക്കുണ്ടെങ്കിൽ വിശ്വസിച്ചോളൂ, അതാണ് ഭഗവാനിൽ ലയം. ആ ലയം വേണം. അതാണ് ധ്യാനം. നമ്മൾ ഒരുപാട് അതിനെ ഞാൻ എപ്പോഴും നിങ്ങൾ ഒത്തിരി ഭഗവാനെ സ്തുതിക്കൂ, ആരാധിക്കൂ, കീർത്തനങ്ങൾ ചൊല്ലി ഭഗവാനെ പ്രേമിക്കൂ, ആരാധിക്കൂ, ഭക്തി വർദ്ധിക്കട്ടെ. അപ്പോൾ നമ്മൾ അറിയാതെ പിന്നെ ഇതൊക്കെ നിർന്നി മൗനമായിട്ട് അങ്ങ് ഇരുന്നോളും. നമ്മൾ പോലും അറിയില്ല എത്ര മണിക്കൂർ ഇരുന്നെന്ന് പോലും. എപ്പോഴെങ്കിലും ഓർമ്മ തെളിയുമ്പോഴാണ് അയ്യോ ഞാൻ ഇത്ര മണിക്കൂറായോ ഇവിടെ ഇരുന്നിട്ട്. അതാണ് ഈ വചനം പോലും നമ്മൾ കേൾക്കുമ്പോൾ ഭക്തിയുള്ള ഇതിൽ കൂടെ തന്നെ ഇപ്പം തന്നെ നിറഞ്ഞ് കവിഞ്ഞ് ഇത് കേട്ടത് പോരാ എന്ന് തോന്നുന്ന ഒരു വ്യക്തി, അങ്ങനെയുള്ള മനുഷ്യരിത് കാണും. അവർക്കറിയാം അയ്യോ എനിക്കിത് കേട്ടത് പോരാ. അതിൽ ലയിച്ചിരിക്കുന്നു അത്രത്തോളം സമയം. പക്ഷേ ഇത് തീരുമ്പോൾ വീണ്ടും പണ്ടിയും കുണ്ടിമാല. ഇത് കേട്ടിട്ട് എണ്ണിച്ച് പോകുമ്പോൾ ഇതങ്ങ് പോകും ഉള്ളിന്ന്. എന്താ കാരണം? അതിനകത്ത് ഇരിക്കാനുള്ള വേരോട്ടമില്ല. ഹൃദയത്തിൽ ഇത് ചെന്ന് ഇരിക്കണം. ഈ വചനം ഇരുന്ന് അടുത്ത സമയം കേൾക്കോളം ഇത് ഇരിക്കണം. അത് വേരോടി അത് പതിയണം എന്ന് ഹൃദയത്തിൽ എന്താ വേറെ ചിന്തകൾ വരും. ഈ ലോകം അങ്ങനെയാണ്, മായയാണ്. ഇവിടുന്ന് എഴുന്നേറ്റ് ഉടനെ പോകും രുചികരമായ ആഹാരം വയ്ക്കണം, അല്ലെങ്കിൽ മറ്റത് കാണണം, എന്തെങ്കിലും ലോകത്ത് മറ്റെന്തെല്ലാം കാര്യങ്ങൾ ഇതിനൊക്കെ അങ്ങ് ഒരുങ്ങും. അതുകൊണ്ട് ഈ മറ്റുള്ളത് ചെയ്യേണ്ടെന്നല്ല, ഈ ഉള്ളത്തിൽ കേട്ടത് അത്രയും അതിൽ ഇരിക്കേണ്ട രീതി നമ്മൾ വേണം ഈ മറ്റുള്ള ചിന്തകളിലേക്ക് അങ്ങോട്ട് ഇഴിഞ്ഞിറങ്ങാൻ. ഈ ലോക ജീവിതത്തിലേക്ക് മനസ്സല്ലെങ്കിൽ അങ്ങ് അർപ്പിച്ചാൽ എന്തുവരും? ഈ കേട്ടതെല്ലാം പോകും. പിന്നെ ഈ ലൗകികമായതാണ് പിന്നെ മുൻതൂക്കം കിടക്കുന്നത്. അതുകൊണ്ടത് മനസ്സിലാക്കി എൻ്റെ ഉള്ളത്തിൽ പോകല്ലേ ഭഗവാനെന്നും പറഞ്ഞ് വേണം കർമ്മങ്ങൾ ചെയ്യാൻ. ഈ കേട്ടതെല്ലാം ഭക്തിയോടുകൂടി എനിക്ക് ഭഗവാൻ ലയം പ്രാപിച്ചിരിക്കണം, എനിക്കിത് ആവശ്യമുണ്ടെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നവർ എന്ത് ചെയ്യുമ്പോഴും പിന്നെ ഇത് കേട്ടിട്ട് അതുപോലെ തന്നെ ഇപ്പോഴും ഭഗവാൻ എന്നുള്ള ചിന്ത മാത്രം ലയിച്ച് വേണം ചെയ്യാൻ. കുളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും അപ്പോഴെല്ലാം നമുക്കിത് ചെയ്യാം. ഭഗവാനെ ആരാധിച്ചുകൊണ്ട് തന്നെ ചെയ്യാം. അതുകൊണ്ട് ഈ വൈരാഗ്യം വേണം, ശ്രദ്ധ വേണം. ഇത് കേൾക്കുമ്പോൾ ഇതെന്താ പറഞ്ഞത്, എനിക്കും ഇങ്ങനെ വേണം, എൻ്റെ ഭഗവാനിൽ എനിക്കും ചേരണം. ശ്രദ്ധയോടുകൂടി കേട്ട് ഇത് മനസ്സിലാക്കിയിട്ട് ഭക്തി അങ്ങോട്ട് കൂടും. ഭക്തി സംയുക്തങ്ങളായുള്ള ജ്ഞാനം. അപ്പോൾ വൈരാഗ്യവും ശ്രദ്ധയും ഭക്തിയും കൂടെ ചേർന്നുണ്ടാകുന്നതാണ് ജ്ഞാനം. അങ്ങനെയാണിത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ആ ജ്ഞാനം പിന്നെന്ത്? വിജ്ഞാനം ഇന്ന് ഞാൻ ചൊല്ലുവാൻ. അപ്പോൾ ആ ജ്ഞാനവും എങ്ങനെ കിട്ടുന്ന ജ്ഞാനം? വൈരാഗ്യവും ശ്രദ്ധ ഭക്തി ഇതെല്ലാം കൂടെ കൂടിക്കലർന്ന് നമ്മൾ ഒത്തിരി പിന്നെ എന്താ പറയുക, മലക്കറികളെല്ലാം ഇട്ടൊരു അവിയൽ വെക്കുന്നത് പോലെ അതെല്ലാം കൂടെ ചേരുമ്പോഴാണ് അതിൻ്റെ പ്രത്യേക ഒരു ജ്ഞാനം. ആ ജ്ഞാനവും വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അതും ഇന്ന് ഞാൻ നിനക്ക് പറയാം, കേട്ടുകൊള്ളുക, ചൊൽവൻ പറഞ്ഞു തരാം. എന്നിട്ട് പറയുന്നു, നവവും ഏകാദശം പഞ്ച ത്രിഭാവനതും. അതായത് 3 3 5 5 ഏകാദശം പിന്നെ 11 പ്രഥമ ദ്വിതീയ. നിങ്ങൾക്ക് അങ്ങനെ പഠിച്ചിട്ടുണ്ടോ? പ്രഥമ 1 2 തന്നെ. പ്രഥമ ദ്വിതീയ തൃതീയ ചതുർത്ഥി പഞ്ചമം 6 ഷഷ്ടം സപ്തമം 7 അഷ്ടമം 8 നവമം 9. ഇവിടെ നവമം 9, ദശമം 10, ഏകാദശം 11. അങ്ങനെയാണ് നമ്മൾ ഈ ഏകാദശം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് 11 ദശം 10 ഏകാദശം. അത് ഏകം 1 ദശം 10, 1 10 11.
ഏകാദശം. ഏകം 1, ദശം 10, 1ഉം 10ഉം 11. അങ്ങനെ വേണമെങ്കിൽ നമുക്കിത് മനസ്സിലാക്കാം. ഏകാദശം. നവം 9. പുതിയതെന്നും അർത്ഥമുണ്ട്. ചില സ്ഥാനത്ത് നമുക്കിതിനെ 9 എടുക്കാൻ പറ്റത്തില്ല. ചില കാര്യങ്ങൾ വായിക്കുമ്പോൾ നവം എന്ന് കേട്ടാൽ നമ്മൾ പുതിയതെന്ന് എടുത്തോണം. അർത്ഥം അങ്ങനെ രണ്ടർത്ഥമുണ്ട്. അതുകൊണ്ട് നാനാർത്ഥം എന്നൊക്കെ നമ്മൾ പറയുന്നത്, ഒരു വാക്കിന് പല പല അർത്ഥങ്ങൾ വരുന്നതിന്. അപ്പോൾ നവം. അപ്പോൾ 9. എന്താണ് 9? പിന്നെ ഏകാദശം എന്താണ്? 11. പഞ്ചം 5 എന്താണ്? 3 3 എന്താണ്? ഇതെല്ലാം കൂടെ ചേരുന്നത് എന്താ ഒരു കണക്കുണ്ട്. അതായത് പിന്നെ നവം എന്ന് പറയുന്നത് നമ്മളെ ദേഹം തന്നെ, നമ്മളെ ദേഹത്ത് എന്തൊക്കെയാണ് അത് വിജ്ഞാനത്തെ പറ്റിയാണ്. അതായത് 9 അതായത് പ്രകൃതി. നമ്മുടെ ശരീരം മൊത്തം പ്രകൃതിയാണല്ലോ. ദേഹം പ്രകൃതി ആ പ്രകൃതി. പിന്നെന്തുണ്ട്? പുരുഷൻ. മഹത്തത്വം അഹങ്കാരം. പിന്നെ എന്താ? 5 തന്മാത്ര കൊണ്ട് ചേരുമ്പം ഈ പ്രകൃതിയും പുരുഷനും മഹത്തത്വവും അഹങ്കാരം 4. അതിൻ്റെ കൂടെ 5 തന്മാത്രകൾ: രൂപം, സ്പർശം, ഗന്ധം, രസം, ശബ്ദം. അപ്പോൾ 9 നവമായോ? 5 തന്മാത്രകളും ഈ പ്രകൃതിയും പുരുഷനും മഹത്തത്വവും അഹങ്കാരോട് ചേരുമ്പോൾ 9 നവം 9ആയി. അപ്പോൾ എന്തൊക്കെയാണ് തന്മാത്രകൾ? രൂപം, സ്പർശം, ഗന്ധം, രസം, ശബ്ദം. പ്രകൃതിയും പുരുഷനും മഹത്തത്വവും അഹങ്കാരം ഇങ്ങനെ 9. പിന്നെ ജ്ഞാനേന്ദ്രിയം കർമ്മേന്ദ്രിയവും കൂടെ 10ആണ്. ജ്ഞാനേന്ദ്രിയം നമുക്കറിയാം, തൊടുമ്പോൾ അറിയുന്നത് ത്വക്ക്, കണ്ണുകൊണ്ട് കണ്ടറിഞ്ഞത് കണ്ണ്, ചെവി കൊണ്ട് കേട്ടറിഞ്ഞത് ചെവി, മൂക്കൊണ്ട് ശ്വസിച്ചറിയുന്നത് മണത്തറിയുന്നത് അത് ശ്വസനേന്ദ്രിയം. പിന്നെ രസനേന്ദ്രിയം, നാക്കൊണ്ട് രുചിച്ചറിയുന്ന രസനേന്ദ്രിയം. അപ്പോൾ ത്വക്കും കൂടെ ആകുമ്പം 5 ഇന്ദ്രിയങ്ങൾ. അപ്പോൾ ജ്ഞാനേന്ദ്രിയം എന്ന് പറയും. ജ്ഞാനം എന്ന് പറയാൻ അറിയുന്നത്. എങ്ങനെ അറിയുന്നു? കണ്ടറിയുന്നു, കേട്ടറിയുന്നു, രുചിച്ചറിയുന്നു, മണത്തറിയുന്നു, സ്പർശം തൊട്ടറിയുന്നു. ഇതിനെ ആണ് ജ്ഞാനം, അറിവെന്ന് അറിയുന്നു. അതിന് ജ്ഞാനം എന്ന് പറയുന്നത്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അറിയുക. എങ്ങനെ അറിയുന്നു? ഇതൊക്കെ മണത്തറിയുന്നു, കണ്ടറിയുന്നു, കേട്ടറിയുന്നു, ഇങ്ങനെയുള്ള തൊട്ടറിയുന്നു, രുചിച്ചറിയുന്നു, ആ കൊണ്ട് രുചി അറിയുന്നു. അതാണ് ജ്ഞാനേന്ദ്രിയം 5. ഇനി കർമ്മേന്ദ്രിയം 5 അപ്പോൾ കർമ്മേന്ദ്രിയം എന്താണ്? വക്ത്രം വായ, പാണി കയ്യ്, പാദം കാലുകൾ, പായു അതെനിക്ക് തോന്നുന്നു ഈ ആഹാരം കഴിക്കുന്ന അതും കൊണ്ട് ആഹാരം കഴിക്കുന്ന വിശപ്പിൻ്റെ അതൊരു കർമ്മമാണല്ലോ. ആയിരിക്കും പായു. ഉപസ്ഥം അതും ഒരു ജോലി ചെയ്യുന്ന അവയവമാണല്ലോ. നമ്മുടെ എന്താ പറയുക, ഉൽപാദനശേഷി അതാണെന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ള കർമ്മേന്ദ്രിയം കൂടെ കൂടുമ്പം 10 ആവും. പിന്നെ മനസ്സാകുന്ന ഇന്ദ്രിയം 11 ആവും. അപ്പോൾ ആദ്യം നവം എന്ന് പറയും. ഇപ്പം ഏകാദശം എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ കർമ്മേന്ദ്രിയ 5, ജ്ഞാനേന്ദ്രിയ 5, മനസ്സോടാവും 11. അത് ഏകാദശം. അപ്പോൾ ഏകാദശവും 9 നമ്മൾ നേരത്തെ ഈ പ്രകൃതി, പുരുഷൻ, മഹത്തത്വം, അഹങ്കാരം, പിന്നെ പഞ്ചതന്മാത്രകൾ, രൂപം അതെല്ലാം കൂടെ 9 ആയപ്പോൾ 11 9 എത്ര ആയി? 20 ആയോ? പിന്നെ പഞ്ചം എന്താണ്? 5 പൃഥ്വി, അപ്പു, തേയു, വായു, ആകാശം ഇങ്ങനെയുള്ള ഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങൾ 5 25 ആയോ? പിന്നെ എന്താണ്? 3 എന്ന് വെച്ചാൽ നമ്മളെ ദേഹത്ത് എന്താ പിന്നുള്ളത്? സത്വ, രജസ്, തമസ്, ഈ 3 ഗുണങ്ങൾ. അങ്ങനെ നമ്മുടെ ദേഹം 28 തത്വങ്ങളാണ്. ഇതാണ് ഇതിൽ പറഞ്ഞ നവം, ഏകാദശം, പഞ്ചം, പിന്നെ ഇത് 3 ഗുണങ്ങൾ. ഇപ്പം മനസ്സിലായി കാണും. 28 തത്വങ്ങളാണ് നമുക്ക് നമ്മുടെ ദേഹത്തിന്. അപ്പോൾ നമ്മൾ എങ്ങനെ വായിക്കണം? അദ്ദേഹം പറഞ്ഞു കൊടുത്ത് ഭീഷ്മർ പറഞ്ഞു തന്ന ആ കാര്യങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. യുധിഷ്ഠിരന് കൊടുത്ത ഇതാണ് പറഞ്ഞു കൊടുത്തത്. നവവും 9, ഏകാദശം 11, അപ്പം കർമ്മേന്ദ്രിയ, ജ്ഞാനേന്ദ്രിയ, അങ്ങനെ മനസ്സുടാകുമ്പോൾ 11, 5 ഭൂതങ്ങൾ, ത്രിഭാവ അതായത് 3 ഗുണങ്ങൾ, ഭാവം 3 ഭാവം. നമുക്ക് ഇതെല്ലാം ചേർന്നാണ് നമ്മുടെ ശരീരം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് 28 തത്വങ്ങളുള്ള ശരീരം. ഏവം യാതൊരു സർവ്വഭൂതത്തിൽ കാണുന്നതും അത് താനല്ലോ. അപ്പോൾ ഇത് ഏതൊരു ഭൂതത്തിലും കാണുന്നത്, പൂച്ചയിലും കാക്കയിലും നമ്മളിലും എല്ലാം ഈ 28 തത്വവും ഉണ്ട്. ഇത് എല്ലാ ഭൂതത്തിലും ഉണ്ട്. നമുക്ക് അതിനെപ്പറ്റി എടുക്കണ്ട. എന്നാൽ നമുക്ക് മനുഷ്യർക്ക് വേണ്ടുന്ന പഠിക്കണമല്ലോ. നമുക്കപ്പോൾ മനസ്സിലാക്കണം, ഇത് സർവ്വഭൂതത്തിലും ഈ കാണുന്നതും അതെന്താണ്? താനല്ലോ.
ഇതിനകത്ത് എന്തൊക്കെ ഈ ശരീരത്തിലുണ്ട്, ഇതെല്ലാം കൂടെ ചേർന്നിരിക്കുന്നത് മനസ്സിലാക്കണം. ഇതെല്ലാം കൂടെ ചേർന്നാണ് നമ്മുടെ ശരീരം. ഈ ശരീരത്തിനകത്ത് ഈ സാക്ഷി വസിക്കുന്നുണ്ട്. പരമാത്മാ, അതായത് നമ്മൾ ക്ഷേത്രമാകുന്ന ഈ ശരീരം ക്ഷേത്രമാണ്. ഇത്രയും ഇന്ദ്രിയങ്ങളും മനസ്സും കർമ്മേന്ദ്രിയവും ജ്ഞാനേന്ദ്രിയം പഞ്ചതന്മാത്രകൾ ഇതെല്ലാം കൂടെ പ്രകൃതി പുരുഷൻ തത്വം ഇതെല്ലാം കൂടെ ചേർന്നൊരു ദേഹമാണ് ഈ സാക്ഷിക്ക് ഇരിക്കാനുള്ള ശരീരം, ഈ ക്ഷേത്രം. അതുകൊണ്ട് അത് താനല്ലോ ജ്ഞാനം. ഇതാണ് അറിവ്. ഇത്രയും ഉണ്ടെന്ന് നമ്മൾ അറിയുന്നതാണ് അറിവ്. നമ്മുടെ ഉള്ളത്തിൽ ഇതെല്ലാം ഉണ്ടെന്ന് നമ്മൾ അറിയണം. ഈ ജ്ഞാനം, ഈ അറിവിനാൽ തന്നെ ഇത് ജ്ഞാനം, ഇത് അറിയുന്നതാണ് ജ്ഞാനം. അപ്പം ജ്ഞാനം എന്താണ്? ഇത്രയും കാര്യകാരണങ്ങളെല്ലാം കൂടി ചേർന്നൊരു ശരീരമാണെന്നുള്ള അറിവാണ്. ആ അറിവിനെയാണ് ഇവിടെ ജ്ഞാനം എന്ന് പറയുന്നത്. ജ്ഞാനം ഈ അറിവിനാൽ തന്നെ. അധുന ദേഹേ ഇന്ദ്രിയ വൃത്തികളാണെങ്കിലോ വിജ്ഞാനവും. എന്നാൽ ഇതിനെ ഈ ദേഹവും ഇന്ദ്രിയവും ഇതിൻ്റെ വൃത്തികൾ, നമ്മുടെ ദേഹവും മനസ്സും ഇന്ദ്രിയങ്ങളും ചെയ്യുന്ന പ്രവൃത്തികൾ, വൃത്തി ഇതെന്തൊക്കെയാണ് നമ്മളെ കൈകൊണ്ടും കാലുകൊണ്ടും മനസ്സ് ഇതൊക്കെ ചെയ്യുന്നത്? ദേഹവും മനസ്സും ഇതിൻ്റെ വികാരങ്ങൾ, ഈ വൃത്തികൾ, അതിനെ വിജ്ഞാനമെന്നും. അപ്പോൾ വിജ്ഞാനവും ജ്ഞാനവും ഇപ്പോൾ മനസ്സിലായ എന്തൊക്കെയാണെന്ന്. സർവ വസ്തുക്കളെയും അറിയും ജ്ഞാനം തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സർവ വസ്തുക്കളെയും എങ്ങനെ അറിയും? ജ്ഞാനം. അപ്പോൾ സർവത്തിലും ഇതാണ്, എന്നിലും നിന്നിലും സർവ്വതും ഇത് തന്നെയാണ്, ഈ തത്വം തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? എല്ലാ ദേഹത്തിലും ഈ കാര്യകാരണങ്ങൾ തന്നെയാണ് ഉള്ളത്. അങ്ങനെയുള്ള അറിവാണ് ജ്ഞാനം തന്നെ. അത് സർവസാക്ഷിയായി നമ്മുടെ ഉള്ളത്തിൽ ഈ അറിവാണ് സാക്ഷി. ഈ സാക്ഷി എന്ന് പറഞ്ഞാൽ വേറൊന്നല്ല, ഇവിടെ ഒരു രൂപമായിട്ടൊന്നും അല്ല, ഈ അറിവാണ് സാക്ഷി. അതല്ലേ ഗുരുദേവൻ പറയുന്നത്, നാം അറിവാകുന്നു, അതായത് ഈശ്വരൻ അറിവാകുന്നു, അത് സാക്ഷിയാണ് ഈശ്വരൻ. ഈ സാക്ഷിയായിട്ട് നിൽക്കുന്ന അറിവാണ്. അല്ല ഇതിനകത്ത് ഒരു രൂപമോ യാതൊന്നുമില്ല, ഒന്നും കാണാനില്ല. ഇതിനകത്ത് ഉള്ളത്തിൽ ഒരേ ഒരു തത്വം, ഇത് മനസ്സിലാക്കുന്ന ഒരു ജ്ഞാനം, ആ അറിവാണ്. ഇത് അറിഞ്ഞില്ലെങ്കിൽ നമ്മളൊന്നും അറിയുന്നില്ല, നമ്മൾ മൂഢരാണ്. അപ്പോൾ എന്താണ് നമ്മളെ സാക്ഷിയായി ഇതിലുള്ളത്? അറിവ്. എന്തറിവ്? ഇത്രയും കാര്യകാരണങ്ങൾ ആയിട്ട് നിൽക്കുന്ന ദേഹമാണെന്നും ഇതിനെ അറിയുന്നത് ആരാണ്? സാക്ഷി അറിവാണ്. അറിഞ്ഞതുകൊണ്ടല്ലേ നമ്മളിപ്പോൾ എൻ്റെ ഈ ശരീരത്തിൽ ദേഹമാകുന്ന ക്ഷേത്രത്തിൽ ഇത്ര കാര്യങ്ങളുണ്ടെന്ന് ആരറിഞ്ഞു? അല്ലാതെ കണ്ടറിയാൻ പറ്റുന്നതാണോ? ഇത് അറിഞ്ഞറിയുന്നതാണ്, അറിവാണ്. അതുകൊണ്ട് സർവസാക്ഷിയായി സർവവൃത്തി വിജ്ഞാനമായും രണ്ടും, അതായത് ഈ ജ്ഞാനവും സർവവൃത്തി വിജ്ഞാനം ഇതിൻ്റെ എല്ലാം ജോലി, ഈ ദേഹത്തിൻ്റെ വൃത്തികളും ഇതെല്ലാമാണ് വിജ്ഞാനം. ഇത് രണ്ടും. അപ്പം ജ്ഞാനവും വിജ്ഞാനം രണ്ടും. വിജ്ഞാനം എന്നായി ഇങ്ങനെ സർവജ്ഞാനം ഇണ്ടലെന്നിയേ അവ ഒന്ന് താനായിരുന്നു എന്ത് ചെയ്യുന്നു? ത്രിതയ ഗുണാത്മക ഭാവമാകുന്ന സൃഷ്ടിസ്ഥിതി നാശങ്ങളെ എല്ലാം കാണുന്നതും വിജ്ഞാനമാണ്. അപ്പോൾ ഇത് ഒന്നായി ഇരുന്നും കൊണ്ട് എന്ത് ചെയ്യുന്ന എന്ത് നമുക്ക് ഇവിടെ സൃഷ്ടിച്ചാലും ഗുണങ്ങളുണ്ട്. ഇത് ഇങ്ങനെ ഇരിക്കുന്ന സർവ്വസാക്ഷിയായി നമ്മുടെ വാസന അനുസരിച്ചാണ് പിന്നെ ഈ 3 ഗുണങ്ങളോട് ഇവിടെ സൃഷ്ടി ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് എന്താണ് ഇവിടെ സൃഷ്ടി സ്ഥിതിയൊക്കെ വരുന്നത്? നമ്മൾ തന്നെ പ്രവർത്തിക്കുകയാണെന്ന് മനസ്സിലാക്കണം. വേറെ എങ്ങുമല്ല, ഉള്ളത്തിൽ തന്നെ, നമ്മുടെ ഉള്ളത്തിൽ തന്നെ പ്രവൃത്തി നടക്കുക. ഇല്ലേ, കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളത്തിൽ നമ്മൾ അറിയാതെ ഇത് പ്രവർത്തിക്കുന്നു. ഈ മനസ്സുകൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും നമ്മൾ വാസന ഉണ്ടാക്കി വെച്ചും കൊണ്ട് പ്രവർത്തിച്ച് അത് സൃഷ്ടി, ഈ ശരീരം പോകുമ്പോൾ അടുത്ത ശരീരം എടുക്കുന്നു, അതിൽ ഈ ഗുണങ്ങളെല്ലാം ചെന്ന് ചേരുന്നു, സൃഷ്ടിയും പിന്നെ അത് സ്ഥിതി സംഹാരങ്ങളെല്ലാം വീണ്ടും ഇങ്ങനെ പ്രക്രിയ കറങ്ങി നടന്നുകൊണ്ടേ ഇരിക്കുന്നു. മറ്റെവിടെ വരുന്നതാണോ? നാം തന്നെ അല്ലേ അപ്പം ജഗൽപിതാവായ ഈശ്വരൻ? നമ്മുടെ ഉള്ളത്തിലല്ലേ അവരവർ തന്നെ പ്രവർത്തിക്കല്ലേ? ഇപ്പോൾ ഈ ഞാനായിരിക്കുന്ന ഈ ദേഹത്തിൽ വേണ്ടുന്ന അടുത്ത ജന്മം എന്തായി വരണമെന്ന് എന്നിൽ ഉള്ളത്തിൽ ഞാൻ തന്നെയല്ലേ പ്രവർത്തിക്കുന്നത്? വേറെ ആരും കൊണ്ടുവയ്ക്കുന്നതാണോ ഇത്? നമുക്ക് നന്മ വേണമെങ്കിൽ നമ്മൾ നന്മ ഗുണം ചെയ്യണം. അത് അറിവില്ലാത്ത കഴിഞ്ഞാൽ നമ്മൾ തിന്മയിൽ പോയാൽ നമ്മൾ അത്രത്തോളം ദുരിതപ്പെട്ട് ഒരിക്കലും കരകയറാതെ ജനിച്ചും മരിച്ചും ദുഃഖം ഒരിക്കലും തീരരുത്. കാരണം നമുക്ക് ആത്മഹത്യ ചെയ്യാന്ന് വെച്ചാൽ വീണ്ടും ആ ആത്മഹത്യ എന്താണ്? പ്രേതമായി കടന്ന് ഇതിനേക്കാൾ ഉപരി വിഷമം പിടിച്ച ലോകം മൊത്തം അലയും, എങ്ങടോ ഇല്ലാതെ. അപ്പോൾ എന്ത് ചെയ്യും? വല്ല രക്ഷയുണ്ടോ മക്കളെ ഇവിടുന്ന് കരകയറാൻ? നമ്മൾ എത്ര കൊതിച്ചാലും കരകയറാൻ പറ്റില്ല. അത് അവസാനം നാൽക്കാലിയായിട്ടോ മൃഗങ്ങളായിട്ടോ എഴുജന്തുക്കളായിട്ടോ അത് തിരിയൊക്കെയായിട്ടൊക്കെ പാറുന്നതാണ് നമ്മുടെ പ്രവൃത്തി ദോഷം കൊണ്ടാണ്. ചിലർ പറയും മനുഷ്യനായിട്ട് വന്നാൽ പിന്നെ വേറൊരു ജീവനായിട്ട് വരുത്തുക. പക്ഷെ ഭാഗവതം പറയുന്നത് അങ്ങനെയല്ല, തിരിയൊക്കെയായിട്ട് വരും, ദേവനായിട്ടും വരാം, മറ്റ് ഇഴജന്തുക്കൾ എല്ലാം കൂടെ ചേർന്നാണ്, മൃഗങ്ങളോ പക്ഷികളോ ഒക്കെയാണ് തിരിയൊക്കെ എന്ന് പറയാം. അത് മനുഷ്യനായിട്ട് തന്നെ വരണമെങ്കിൽ നല്ല പ്രവൃത്തി ചെയ്യണം.
വേറും നീച പ്രവൃത്തി ചെയ്താൽ അത് നമ്മുടെ പ്രവൃത്തി ദോഷം കൊണ്ട് നമ്മൾ അതായി വരുന്നു, അല്ല വേറെ ആരുമല്ല വരുത്തുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ ത്രിതയം അവ 3 ഗുണാത്മക ഭാവമാകുന്നു. സൃഷ്ടിസ്ഥിതി സന്നാശങ്ങളെല്ലാം കാണുന്നത് വിജ്ഞാനമാണ്. ഇതൊക്കെ ഈ 3 ഗുണങ്ങളോട് നമ്മൾ തന്നെയാണ് ഇവിടെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന വിജ്ഞാനമാണ്. ആദിമധ്യാന്ത സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളും വേദമായിരുന്നിടുന്നു അതുതന്നെ. അന്യമില്ല, അവയെല്ലാം ആത്മാവ് തന്നെയല്ലോ. ഇതത് എന്തെങ്കിലും അന്യമായി വല്ലതും ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ ആത്മാവ് നമ്മുടെ സാക്ഷിയായി നിൽക്കുന്ന അറിവാണ്. ഇതൊക്കെ നമ്മുടെ അറിവാണ് ഈ ചെയ്യുന്നത്. നമ്മൾ സൃഷ്ടിക്കുന്ന ഈ അറിവ് എന്തറിവ്? നന്മ ചെയ്യുന്ന അറിവാണെങ്കിൽ ആ ജീവാത്മാവിൽ നമ്മൾ ഭഗവത്ഗീതയിൽ പഠിച്ചല്ലോ, ജീവാത്മാവുമായിട്ട് നിബന്ധിക്കുന്നു. അത് സത്വഗുണമാണെങ്കിൽ ജീവാത്മാവിൽ നിബന്ധിക്കുന്നു, രജോ ഗുണമാണെങ്കിൽ ആ ഗുണം നിബന്ധിക്കുന്നു നമ്മുടെ ജീവാത്മാവായിട്ട്. അപ്പോൾ ഇവിടെ തമോ ഗുണമാണെങ്കിൽ ആ ഇരുളായിരിക്കുന്ന അന്ധതയെ നമ്മുടെ ശരീരത്തിൽ ജീവാത്മാവിനെ നിബന്ധിക്കുന്നു. അപ്പോൾ ഈ നിബന്ധിക്കുന്നതും കൊണ്ടാണ് ശരീരം പോകുമ്പോൾ അടുത്ത ജന്മം എടുക്കുന്നത് മനസ്സിലാക്കണം. കാരണം ഈ ഗുണവും പേറിക്കൊണ്ടാണ് ശരീരം വെടിയുമ്പോൾ ജീവാത്മാവ് വേറെ ശരീരം എടുക്കുന്നത്. അത് ഇഴയന്തുക്കളോ പിന്നെ നാൽക്കാലികളോ ദേവന്മാരോ അതല്ല മനുഷ്യനോ ആണെന്ന് ആര് തീരുമാനിക്കണം? ഇപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ തീരുമാനിക്കണം. നമ്മുടെ ഉള്ളത്തിൽ എന്ത് നിബന്ധിക്കണം, അടുത്ത ജന്മം എന്തായി തീരണം എന്ന് നമ്മൾ തന്നെ ഓർക്കണം. നമ്മുടെ പ്രവൃത്തി നന്നായിരിക്കണം. അതല്ല മോക്ഷത്തിലേക്ക് പോകണോ, അതിൻ്റെ ജോലി ചെയ്ത് വെക്കണം. അതല്ല ദേവനായിട്ട് പോകണോ, സ്വർഗീയമായ അവസ്ഥ അനുഭവിക്കണോ, അതിനും നമ്മൾ തീരുമാനിക്കണം. അല്ല വേറെ അങ്ങതുക്കാരോ ഇങ്ങതുക്കാരോ അല്ല തീരുമാനിക്കേണ്ടത്. അവരവർ തന്നെ അവനവൻ ചെയ്യുന്ന കർമ്മഫലം അവനവൻ തന്നെയാണ്. അപ്പം നമ്മൾ തന്നെ ചെയ്ത് വെച്ചേ പറ്റൂ. ഇതിന് ഒരു പ്രാർത്ഥന കൊണ്ടോ നടക്കുന്ന കാര്യമില്ല. നമ്മുടെ പ്രവൃത്തി എല്ലാം ഒന്നിച്ചു വരണം. വെറും ഭക്തി കൊണ്ട് മാത്രമല്ല, പ്രവൃത്തികളെല്ലാം നന്നായിരിക്കണം. അതിലെ പ്രവൃത്തി മോശമാണെങ്കിൽ എന്ത് പറഞ്ഞിട്ടും കാര്യമുണ്ടോ? നമ്മുടെ ഗുണം, അതായത് ത്രിഗുണങ്ങളല്ലേ, നല്ല ഗുണത്തിൽ തന്നെ ആ ജീവാത്മാനെ നിബന്ധിച്ച് വെച്ചെങ്കിലല്ലേ ശരീരം പോകുമ്പോൾ ഈ ഗുണം കൊണ്ട് ആത്മാവ് എവിടെ പോകണം? നല്ലൊരു ശരീരത്തിലേക്ക് തേടിയിരിക്കുമ്പോൾ അല്ല ബസ് യാത്രയ്ക്ക് അവനവൻ്റെ വണ്ടി വരുമ്പോൾ കയറി പോകുന്നത് പോലെ 3 ഗുണങ്ങളിൽ ഏത് ഗുണമാണ് തിരഞ്ഞെടുത്ത് നമ്മൾ വെച്ചേക്കുന്നത്? ആ ഗുണത്തോടുകൂടി ഒരു വാഹനം വരണം, ഒരു ശരീരം വരണം. തിന്മയാണെങ്കിൽ തിന്മ കൊണ്ട് നിറയ്ക്കുന്ന ഒരു വാഹനം വരണം, ഒരു ശരീരം. അപ്പോൾ അതിൽ കയറിഞ്ഞ് അടുത്ത ജന്മം എടുക്കും. അതല്ല മൂഢനായിട്ടാണ് നമ്മൾ ശരീരം വെടിയുന്നെങ്കിൽ അങ്ങനെ ഒരു ഗുണമായിട്ടാണ് ആ ജീവാത്മാവ് പോകുന്നത്. അപ്പോൾ അത് അനുസരിച്ചുള്ള വൃത്തികെട്ട ഒരു അന്ധനായിട്ടുള്ള ഒരു വല്ലാത്ത ജീവിതത്തിലേക്ക് വന്ന് ജനിക്കണം. അപ്പോൾ നമ്മൾ തീരുമാനിക്കണം നമുക്ക് എന്തായി തീരണമെന്ന്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നതെല്ലാം നമ്മൾ മനസ്സിലാക്കുക. എനിക്ക് ഇതുകൊള്ള എങ്ങനെ പറഞ്ഞുതരാൻ പറ്റും? എനിക്ക് ഒന്നും അറിഞ്ഞും കൂടാ. എന്നാൽ ഒരു മകളോ മകനോ പറയുന്ന അമ്മ അറിവിൻ്റെ അമ്മയാണെന്ന് എനിക്ക് അതുകൊണ്ടായിരിക്കും ഭഗവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് എനിക്ക് ബ്രഹ്മജ്ഞാനാനന്ദമയി എന്നുള്ള പേരിടാൻ. ഇനി മക്കളെ, അത് നിങ്ങൾ മറക്കാതെ നാളെ കമൻസ് ഇടുക. അന്നോട്ട് എന്നെ നിങ്ങൾ ബ്രഹ്മജ്ഞാനാനന്ദമയി എന്ന് വിളിക്കുക. അങ്ങനെ എന്തെങ്കിലും നമ്മുടെ മനസ്സിലിരുന്നാൽ മതി, അത്രയേ ഉള്ളൂ. കാരണം നമ്മൾക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ സ്വരൂപം എന്താണ്? നമ്മൾ പരമാത്മാവായിട്ട് തീരുമ്പോൾ നമുക്ക് ഭഗവാൻ എന്താ രൂപം? എന്ത് രൂപമാണ് ഉള്ളത്? ഒരു രൂപമല്ല, ആത്മസ്വരൂപമാണ്, ആനന്ദസ്വരൂപമാണ്, പ്രകാശം, ജ്ഞാനം. അപ്പോൾ എന്താ? ജ്ഞാനസ്വരൂപനാണ് ഈശ്വരൻ. അപ്പം ബ്രഹ്മത്തെ അറിയുന്ന ഒരു വ്യക്തിക്ക് എന്ത് വരും? ജ്ഞാനസ്വരൂപനായിട്ട് മാറാം. അതുകൊണ്ടാണ് ഞാൻ പേരിൻ്റെ അറ്റത്ത് ജ്ഞാനം എന്നുള്ളത്, അറിവ്. പിന്നെ അല്ലെങ്കിൽ എന്താണ്? ആനന്ദം. ഭഗവാൻ പരമാത്മാവിൻ്റെ ഈ ലോകപിതാവിൻ്റെ സ്വരൂപം ആനന്ദമാണ്. അപ്പോൾ പിന്നെയോ അത് ബ്രഹ്മമാണ്. അപ്പോൾ നമ്മൾക്ക് എന്ത് പേരിടാം? അങ്ങനെ നമ്മളിതൊക്കെ അറിഞ്ഞും ആനന്ദിച്ചും ഈ പ്രകാശമൊക്കെ ഉള്ളൊരു വ്യക്തി എനിക്കിത് ഞാനായിട്ട് ഇടത്തിലെന്ന് കരുതുക എന്തെങ്കിലും എനിക്ക് എങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ ഭഗവാൻ പറയുന്നു നിനക്കിപ്പോൾ ആ പേരിടാം. ഏതോ ഒരു മകനോ മകളോ, വിജയ് എന്ന് പറയുന്ന മകനോ മകളോ തീർത്ത് ഒറ്റ വാക്കിൽ അറിവിൻ്റെ അമ്മ എന്നിട്ടു. അതുകൊണ്ട് ആയിരിക്കും ഭഗവാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാവരും എപ്പോഴും പറയുന്നൊരു കാര്യമാണെങ്കിലും ഇപ്പോൾ ഉറപ്പായിട്ടൊന്ന് കിട്ടി, അതുകൊണ്ട് ആ പേര് ഇട്ടോളൂ എന്ന് ഭഗവാൻ പറഞ്ഞതനുസരിച്ചാണ് ഇത് ഞാൻ അങ്ങോട്ട് ഭഗവാൻ നമ്മുടെ ഉള്ളത്തിരിക്കുന്ന ആ ബ്രഹ്മം തന്നെയാണ് നമ്മളെ തോന്നിപ്പിക്കും. അതുവരെ ചിന്തിക്കാത്തൊരു കാര്യം പെട്ടെന്ന് ഇപ്പം ഈ ഭഗവത് കാര്യങ്ങൾ ഇടണമെന്ന് എങ്ങനെ ഉള്ളിൽ തോന്നിപ്പിച്ചു ഈ തുടങ്ങിയത്? അതുപോലെ
ആ തോന്നൽ ആണ്. അപ്പം അത് ഉള്ളത്തിൽ സാക്ഷി പറയുന്നതാണ്. അല്ലാതെ അങ്ങനെ ഇടാൻ പാടില്ല. മറ്റുള്ളവർ വേണം നമുക്ക് പേരിടാൻ, നമ്മളായിട്ടല്ല ചെയ്യേണ്ടത്. അത് ഏതോ ഒരു മകൾക്ക് ആ ഒറ്റ വാക്ക് ഭഗവാൻ തന്നെ പലപ്പോൾ പ്രേരിച്ചു കൊടുത്തോ, ആ മകൾക്ക് എല്ലാ അറിവും തികഞ്ഞത് മനസ്സിലാക്കി ഇട്ടോ ഒന്നും എനിക്കറിയത്തില്ല. എന്തുവായാലും ആ മകനോ മകളോ വിജയ് എന്നാണ് കിട്ടിയത്. സുനിത വിജയ് എന്നും ഒരു പേര് ഇതിനകത്തിടയ്ക്ക് വന്നു. ഇത് രണ്ടും ഒന്നാണെന്നും എനിക്കറിയാൻ വയ്യ. അതുകൊണ്ട് ഭഗവാൻ എന്താ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? അന്യമില്ല, അവയെല്ലാം ആത്മാവ് തന്നെയല്ലോ. ഇവിടെ എന്തെങ്കിലും അന്യമായുണ്ടോ? ഇതെല്ലാം അറിവാകുന്നു ആത്മാവ്. ഇത് നമ്മൾ അറിയുമ്പോൾ എല്ലാം നാം ഒന്നാണെന്ന് അറിയുന്നത് പോലെ അന്യമില്ല, എല്ലാം ഏകമാണ്, അന്യമില്ല, അവ എല്ലാം ആത്മാവ് തന്നെയല്ലോ. ഭിന്നവും ആദ്യ അന്തവും മറ്റൊന്നല്ല ആത്മാവല്ലോ. ഇവിടെ ഭിന്നമായാലും ആദ്യമായാലും അന്തമായാലും മറ്റൊന്നുമല്ല. നാം എല്ലാവരും എന്താണ്? ആത്മാവാണ്. അതുകൊണ്ടാണ് ആത്മസ്വരൂപം എന്ന് പറയാം. ഈശ്വരൻ അരൂപി, അവ്യക്തം എന്ന് വെച്ചാൽ വ്യക്തതയില്ലാത്ത, എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത, അതായത് പിന്നെ ശരീരമില്ലാത്ത അതായത് രൂപം, നാമരൂപങ്ങളൊന്നുമില്ല. അവിടെ പരമാത്മാവിന് ഒരു നാമം പോലുമില്ല. നമ്മൾ അവതാരമൂർത്തികൾക്ക് ഓരോ പേരിട്ട് നമ്മൾ പരമാത്മാവെന്ന് കാണുന്നു. പക്ഷേ ഈശ്വരന് ആത്മസ്വരൂപമെന്നോ ആനന്ദസ്വരൂപമെന്നോ പ്രകാശസ്വരൂപനെന്നോ അങ്ങനെയൊക്കെയാണ് നമ്മൾ വിളിക്കാറുള്ളത് ഈ ബ്രഹ്മത്തെ. അതുകൊണ്ട് ഇവിടെ എന്താ? ഭിന്നവും ആദ്യ അന്തവും മറ്റൊന്നല്ല ആത്മാവല്ലോ. ഇതെല്ലാം മറ്റൊന്നുമല്ല, ഇതെല്ലാം അറിവാകുന്നു. പരമാത്മാവിനെ നമ്മൾ അറിവാകുന്നു ഈശ്വരൻ. അതാണ് നാം, നമ്മളെ ഉള്ളത്തിൽ നാം എന്ന് പറയുന്ന ആ ഞാനായവൻ അത് അറിവാകുന്നു. തന്നിലെ താൻ എന്ന് നമുക്ക് വിളിക്കണം. അതിന് താനെന്ന് നമുക്ക് വിളിക്കാം. തന്നിലൊരു താനുണ്ട്, സാക്ഷിയുണ്ട്. അല്ലാതെ അതിന് രൂപമോ നാമമോ ഇല്ല. അതുകൊണ്ട് ഭിന്നവും ആദ്യ അന്തവും മറ്റൊന്നല്ല ആത്മാവല്ലോ. തോന്നലാം ഒരു ജ്ഞാനം ആകാശം പോലെ നിൽപ്പത് ഒന്നല്ലോ. അത് മിന്നൽ പോലെ, തീ പൊരിക്കണം പോലെ ശോഭിച്ചു ചലനമായി ശ്രോത്രാദി വൃത്തിയായി ഭാവിത ചലനമായി നിൽക്കുന്ന തത്വജ്ഞാനം. എങ്ങനെയാണ് ആ തത്വജ്ഞാനം? ഉരുക്കുന്ന ഈ ഊറി അങ്ങ് ഉറയ്ക്കുന്ന അതുപോലെ, അല്ലെങ്കിലോ പെരുത്ത മഞ്ഞ് കട്ടി ആയി പെരുത്ത മഞ്ഞ് കട്ടിയായി ഉറയ്ക്കുന്നത് പോലെ. അപ്പോൾ ഉരുക്കുന്ന ഈ നെയ്യ്, വെണ്ണ ഉരുക്കുമ്പോൾ നെയ്യ് അത് ഉരുക്കി ഒരു നേരോ 2 ദിവസം ഇരിക്കുമ്പോൾ അത് ഊറി ഉറഞ്ഞ് ഒരു കട്ടിയാവും. അതാണ് ഉരുക്ക് നെയ്യ് ഊറി അങ്ങ് ഉറയ്ക്കുന്ന അതുപോലെ കട്ടിയാകുന്നത് പോലെ, അല്ലെങ്കിൽ പെരുത്ത മഞ്ഞ് കട്ടിയായി ഉറയ്ക്കുന്നത് പോലെ മഞ്ഞ് കട്ടിയായി വരും. അല്ലെങ്കിലോ മഴയിൽ വെള്ളം ഉറച്ച ആലിപക്വങ്ങൾ പോലെ, ആലിപ്പഴം വീഴും നമ്മൾ പറയും. വലിയ പേമാരി മഴ പെയ്യുമ്പോൾ എവിടെ നിന്നൊക്കെയോ പാറ പോലെ വന്ന് വീഴും, പടപടാന്ന്. എന്താ? ആലിപ്പഴം എന്ന് പറയും. അത് മഴയിൽ വെള്ളം ഉറച്ച്, വെള്ളങ്ങളെല്ലാം ഉറഞ്ഞ് അത് പക്കും. പഴങ്ങൾ ആലിപ്പഴം, അതാണ് പറയുന്നത്. ആലിപക്വങ്ങൾ, പക്വം പഴം. വെള്ളം ഉറഞ്ഞ് ആലിപക്വങ്ങൾ പോലെ വഴി പോലുറച്ച് അതിസ്ഥൂലമായി ജാഗ്രതായി പ്രപഞ്ച ബ്രഹ്മാണ്ടമായി നിശ്ചയിച്ചുറപ്പാനായി അൻപിനോട് ഓരോ മൂർത്തി ഭേദമായും അങ്ങനെ ഇങ്ങനെയെല്ലാം ഉറഞ്ഞും ഇരുന്ന് എന്തായി വരുന്നു? ഈ ആകാശത്ത് ഇങ്ങനെയെല്ലാം ഉണ്ട്. ഈ ഉരുക്കുന്ന ഈ ഊറി ഉറഞ്ഞതുപോലെ മഞ്ഞ് കട്ടി ആവുന്നതുപോലെയും മഴ കൊണ്ട് ആലിപ്പഴം പോലെയും പ്രപഞ്ച ബ്രഹ്മാണ്ടമായി നിശ്ചയിച്ചുറപ്പാനായി അൻപിനോട് ഓരോരോ എന്താ? മൂർത്തി ഭേദമായും ഇന്ദ്രാദിയായും. അപ്പം ഇന്ദ്രാദി എന്നത് ദേവേന്ദ്രനായാലും മൂർത്തി, ഇപ്പം കൃഷ്ണമൂർത്തി, ശ്രീരാമമൂർത്തി, ഇങ്ങനെ ഓരോന്നോരോന്ന് ഇവിടെ സൃഷ്ടി ഉണ്ടാകുന്ന. അപ്പോൾ മൂർത്തി ഭേദമായി ഇന്ദ്രാദിയായി മനുഷ്യരായി തിര്യക്കാതി നാനാഭേദങ്ങളായി ഇവിടെ ഒരുപാട് ജീവജാലങ്ങളിലാണ് തിര്യക്ക്. ഇങ്ങനെ നാനാഭേദങ്ങളായി തോന്നിയിടുന്നത് എന്താണ്? ഇങ്ങനെയെല്ലാം നമുക്ക് തോന്നല. ഈ ദേവനെന്നും ഇന്ദ്രനെന്നും മൂർത്തിഭേദങ്ങളെന്നും ഇവിടെ മനുഷ്യനെന്നും തിര്യക്കെന്നും എല്ലാം ഇവിടെ നാനാ രീതിയിലും ഇവിടെ തോന്നുന്ന ഭേദങ്ങളായി സർവ്വം ഏകമാണ്. ഇതെല്ലാം സൂര്യൻ എങ്ങനെ ഏകൻ, അതുപോലെ ഇതെല്ലാം ഇവിടെ നമുക്ക് തോന്നലാണ്. ഈ തോന്നുന്നതെല്ലാം ഏകമാണ്. അത് ഏകമായും ഇത് അരൂപമായും. ഇത് ഏകനാണ്, എന്നാൽ ഇത് രൂപമില്ലാത്തതാണ്. അങ്ങ് നിൽക്കുന്ന പരമാത്മാ പലതായി തോന്നിപ്പത്. അപ്പോൾ ഇതെല്ലാം ഏകനും പിന്നെ എന്താ പറയുക, രൂപമില്ലാത്തതുമായിരിക്കുന്ന ആ പരമാത്മാവാണ്. എന്നാൽ അത് എന്ത് വരുന്നു? ഈ പരമാത്മാവ് പലതായി തോന്നിപ്പത്. ഈ പരമാത്മാ ചൈതന്യം തന്നെയാണ് നമ്മളെല്ലാവരും എന്ത് പലതായി തോന്നിക്കുകയാണ്. മനുഷ്യനും തിര്യക്കും ഇന്ദ്രന്മാരും ദേവന്മാരും ഇങ്ങനെയൊക്കെ
മൂർത്തിഭേദങ്ങളായ എല്ലാം നമ്മളെ തോന്നിപ്പിക്കുന്ന ആളാരാ? അത് പരമാത്മാവാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അത് പരമാത്മാ പലതായി തോന്നി, ഇതെല്ലാം പലതായി തോന്നുക എങ്ങനെയാ? അർക്കരശ്മികൾ പോലെ. അർക്കരശ്മികൾ പോലെയാണ്. അർക്കൻ ഏകനാണ്, എന്നാൽ രശ്മികൾ എന്താണ്? ഇവിടെ ഒരുപാട് ചലിച്ച് ചലിച്ച് ഒരുപാടായി ലോകം മൊത്തവും അർക്കൻ്റെ കിരണങ്ങൾ പോലെ നമ്മളെല്ലാം ഏകമായിരിക്കുന്ന പരമാത്മാവിൻ്റെ രശ്മികൾ പോലെ, ഈ അർക്കൻ്റെ രശ്മികൾ പോലെ നമ്മളെല്ലാം അത് ചലിച്ചുകൊണ്ട് നമ്മളെല്ലാം ഇങ്ങനെയാണെന്ന് തോന്നല. അതല്ലേ ഇതൊക്കെ നശിക്കുന്നതാണ്, ഇതൊക്കെ മിഥ്യയാണ്, ഇത് നശിക്കുന്നതാണെന്ന് പറയുന്ന കാര്യം എന്താ? ഏകമായിരിക്കുന്ന പരമാത്മാവ് മാത്രമേ ഇവിടെ ഉള്ളൂ, ബാക്കിയെല്ലാം നമ്മുടെ തോന്നല. എന്താ? സൂര്യൻ്റെ കിരണങ്ങൾ പോലെ നാം എല്ലാവരും. സൂര്യൻ എങ്ങനെ ലോകം മൊത്തവും പ്രകാശിപ്പിക്കുന്ന കിരണങ്ങൾ കൊണ്ട്, അതുപോലെ നമ്മളെല്ലാവരും ഏകാത്മാവിൻ്റെ നിഴൽ പോലെ നമ്മൾ തോന്നലാണ് ഇത്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരുടെ ഒന്നും തന്നെ, എല്ലാം ഏകാത്മാവായ ആ പരമാത്മാ അല്ലാതെ മറ്റൊന്നുമില്ല. ഇത് അറിയുന്നവൻ അറിയും, ഇവിടെ ഒന്നും കാണുവാനില്ലാത്തൊരവസ്ഥ പോലെയാണ്. യാതൊന്നും അല്ലാതില്ല, എല്ലാം പരമാത്മാവിൻ്റെ ആ കിരണങ്ങളാണ്. നമ്മളെല്ലാം അർക്കൻ്റെ രശ്മി പോലെയാണ്. ഇതെല്ലാം തോന്നലാണ്, അതെല്ലാം പരമാത്മാ പലതായി, എല്ലാം ഇത് ഈശ്വരനായ പരമാത്മാവാണ്, പലതായിട്ട് നമുക്ക് തോന്നിക്കുന്നതാണ്. എങ്ങനെയെന്ന് വെച്ചാൽ സൂര്യൻ്റെ കിരണം രശ്മികൾ പോലെ ചലനമറിഞ്ഞാലും ഇതെല്ലാം ഭഗവാന്റെ ചലനങ്ങളാണ്. നമുക്ക് ഒത്തിരി സമയം പോയി മക്കളെ, ഓർത്തില്ല. ഇത്രയും മതി. എല്ലാവർക്കും നമസ്കാരം. ഇതൊക്കെ തെറ്റോ ശരിയോ എന്തൊക്കെയോ പറയുന്നു എന്നേ എനിക്ക് പറയാൻ പറ്റുക. കാരണം എനിക്ക് ഭഗവാൻ ചെയ്യിക്കുന്നു, ഞാനത് പറയുന്നു. ഞാനായി ഒന്നും തന്നെ പറയുന്നില്ല. എല്ലാം അവിടുന്ന് എന്താ തീരുമാനിക്കുന്നത് അത് തെറ്റ്. കാരണം ലോകത്ത് തെറ്റും ശരിയും എല്ലാം നന്മ തിന്മയെല്ലാം ഈ പരമാത്മാവിൻ്റെയാണ്. അതുകൊണ്ട് നമുക്കിപ്പം പൂന്താനം പറഞ്ഞതുപോലെ അമരപ്രഭു എന്ന് പറഞ്ഞാലും ഭഗവാൻ പറഞ്ഞു ഞാൻ മരത്തിലും അല്ല, അമരപ്രഭു എന്ന് പറഞ്ഞാൽ മരണമില്ലാത്തവനാണ്. എന്നാൽ മരപ്രഭു എന്ന് പറഞ്ഞു പോയി, അതിനും ഒരു വിഷമവും വേണ്ട. കാരണം എന്താ? ഞാൻ മരത്തിലുമുണ്ട്. കാരണം എല്ലാ മരങ്ങളിൽ വെച്ച് ഭഗവാൻ അരയാലിലല്ലേ, അശ്വത്തിലല്ലേ. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഭഗവാൻ അല്ലാതെ വല്ലതുകൊണ്ടോ? ഏകനായ ഈശ്വരൻ്റെ അർക്കൻ്റെ കിരണങ്ങൾ പോലെയാണ് ഈ എല്ലാ വൃക്ഷമായാലും എന്തിവിടെ എല്ലാ ഭൂതത്തിലും ആ പരമാത്മാവാണ്, വേറെ ഒന്നും തന്നെ ഇല്ല. സർവ്വം അത് തന്നെയാണ് നമ്മൾ അറിയുന്ന അറിവാണ് ഇവിടെ പരമാർത്ഥ ജ്ഞാനത്തെ തിരിച്ചറിയുക. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഇങ്ങനെ അറിയാൻ ശ്രമിക്കുക. ഇത് വല്ലാത്തൊരു അറിവാണ്, വളരെ പാടാണ്. എന്നാലിത് ആർത്തിയുള്ളവന് വെക്കം കിട്ടും, തൃപ്തിപ്പെടുത്താം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.